Good evening, all. Good evening. Sound clear ആണല്ലോ അല്ലേ? ഓക്കെ. സ്ക്രീൻ കാണാൻ പറ്റുന്നില്ലേ? കാണുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? ഓക്കെ മാം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് സോഷ്യൽ ചേഞ്ചസ് ഇൻ മോഡേൺ ഇന്ത്യ. 18ാമത്തെ ചാപ്റ്റർ ആണ് സോഷ്യൽ ചേഞ്ചസ് ഇൻ മോഡേൺ ഇന്ത്യ. ആധുനിക ഇന്ത്യയുടെ സാമൂഹ്യ മാറ്റങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ ഇന്നലെ നമ്മൾ 1857 വരെ ഉള്ള കാലഘട്ടത്തില് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്നുള്ളത് നമ്മൾ പറയേണ്ടായി. ഇനി എന്തൊക്കെ തരത്തിലുള്ള സാമൂഹിക മാറ്റങ്ങളാണ് ഇന്ത്യയിൽ ആധുനിക ഇന്ത്യയിൽ ഉണ്ടായത്, അല്ലെങ്കിൽ ആ ഒരു സെഞ്ചുറിയിൽ 19ാം സെഞ്ചുറിയിൽ ഉണ്ടായത്? ആരൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സാമൂഹ്യ പരിഷ്കർത്താക്കള്, എന്തൊക്കെയായിരുന്നു അവരുടെ പ്രവർത്തനങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് കേട്ടോ. സോഷ്യൽ ചേഞ്ചസ് ഇൻ മോഡേൺ ഇന്ത്യ. അപ്പൊ അതിന്റെ ഒരു സമ്മറിയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കുന്നത് എന്നുള്ളതാണ്. മിഡിൽ ക്ലാസിന്റെ ആ ഒരു മധ്യവർഗത്തിന്റെ ഒരു ഉയർച്ച, അതേപോലെ തന്നെ ഒരുപാട് പത്രങ്ങളുടെ വളർച്ച, പിന്നെ എന്താണ് റൈസ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, നമ്മുടെ പാശ്ചാത്യ വിദ്യാഭ്യാസത്തിന്റെ ഉയർച്ച തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിനെതിരെയൊക്കെ പോരാടിയിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. പിൽക്കാലത്ത് ഇവരൊക്കെ സാമൂഹ്യ പരിഷ്കർത്താക്കൾ എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. അപ്പൊ ആ കാര്യങ്ങളൊക്കെയാണ് ഇതിൽ പഠിക്കുന്നത്. ഫസ്റ്റ് ടോപ്പിക്കിലേക്ക് നമ്മൾ പോവാണ്, ബ്രിട്ടീഷ് കൾച്ചറൽ പോളിസീസ് ഇൻ ഇന്ത്യ. ആദ്യം നമ്മളൊരു 3 പേരെ പരിചയപ്പെടാൻ പോവാണ്. ഇവരെ ഓറിയന്റലിസ്റ്റുകൾ എന്നാണ് വിളിക്കുന്നത്. 3 ആളുകളെ നിങ്ങൾക്ക് കാണാം. ആദ്യത്തെ ചിത്രത്തിലുള്ളത് വാരൻ ഹാസ്റ്റിംഗ് ആണ്, രണ്ടാമത്തെ ചിത്രത്തിലുള്ളത് വില്യം ജോൺസ്, ദെൻ മൂന്നാമത്തത് ജൊനാഥൻ ഡങ്കൻ. ഇവരെ ഓറിയന്റലിസ്റ്റുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഓറിയന്റലിസ്റ്റ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, അപ്പോ ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർ വന്ന് കുറച്ചു കഴിഞ്ഞപ്പം ഇങ്ങനെ അവർക്ക് എന്താണ് ജോലി ചെയ്യാനായിട്ട് ഇംഗ്ലീഷ് അറിയുന്ന കുറച്ച് ഇന്ത്യക്കാരെയൊക്കെ വേണം എന്നുള്ള എന്താണ് ബ്രിട്ടീഷിൽ നിന്ന് ആളുകളെ ഇവിടെ കൊണ്ടുവന്ന് അപ്പോയിന്റ് ചെയ്യുന്നതിനേക്കാളും ചെലവ് കുറവായിരിക്കും ഇന്ത്യയിലുള്ളവരെ തന്നെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അതിന്റെ ഭാഗമൊക്കെ ആയിട്ട് ഇന്ത്യയിൽ കുറച്ച് പേരെയൊക്കെ എന്താണ് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് ഉയർത്തിക്കൊണ്ടുവരണം എന്നവര് തീരുമാനിക്കുകയുണ്ടായി. അങ്ങനെ ഇന്ത്യക്കാർക്ക് ഏത് തരത്തിലുള്ള വിദ്യാഭ്യാസമാണ് കൊടുക്കേണ്ടത് എന്നതിന്റെ പേരിൽ തർക്കമുണ്ടായിരുന്നു. ആ ഒരു തർക്കത്തില് 2 വിഭാഗം ആളുകളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ഓറിയന്റലിസ്റ്റുകളും മറ്റൊന്നെന്താണ് ആംഗ്ലിസിസ്റ്റുകളുമാണ്. ഓറിയന്റലിസ്റ്റ്, ആംഗ്ലിസിസ്റ്റ്. ഓറിയന്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് അധ്യയന മാധ്യമം പ്രാദേശിക ഭാഷകളാക്കിക്കൊണ്ടായിരിക്കണം എന്ന് വാദിച്ച ആളുകളാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറയുന്നത്. അതായത് ഇന്ത്യക്കാരെ പഠിപ്പിക്കുന്ന വിഷയങ്ങൾ അവരുടെ പ്രാദേശിക ഭാഷയിലായിരിക്കണം എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു വാദം എന്ന് പറയുന്നത്. നേരെ തിരിച്ച് എന്താണ് ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് പാശ്ചാത്യ ഭാഷയിലായിരിക്കണം അല്ലെങ്കിൽ ഇംഗ്ലീഷിലായിരിക്കണം എന്ന് വാദിച്ചിരുന്നവരാണ് ആംഗ്ലിസിസ്റ്റുകൾ. അപ്പൊ നമ്മൾ ആദ്യം ഈ ഓറിയന്റലിസ്റ്റുകളാണ് ഇന്ത്യയിൽ കുറെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ സ്ഥാപിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട 3 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ് നമുക്കിവിടെ തന്നിട്ടുള്ളത്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്. കൽക്കത്ത മദ്രസ 1781 കൽക്കത്തയില് കൽക്കത്ത മദ്രസ എന്നുള്ള പേരിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ സ്ഥാപിക്കുകയുണ്ടായി. അത് സ്ഥാപിച്ചത് വാരൻ ഹാസ്റ്റിംഗ് ആണ്. അതുപോലെ 1784 ബംഗാളില് ദ ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ വില്യം ജോൺസിന്റെ നേതൃത്വത്തിൽ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ബനാറസിലെ സാൻസ്ക്രിറ്റ് കോളേജ് 1794 ബനാറസില് സാൻസ്ക്രിറ്റ് കോളേജ് സ്ഥാപിച്ചത് ജൊനാഥൻ ഡങ്കൻ ആണ്. അപ്പൊ ഇവരൊക്കെ ഇന്ത്യക്കാർക്ക് അവരുടെ ഭാഷയിൽ തന്നെയാണ് പഠനം നൽകേണ്ടത് എന്ന് വാദിച്ചിട്ടുള്ള ആളുകളായിരുന്നു. അവരെയാണ് ഓറിയന്റലിസ്റ്റുകൾ എന്ന് വിളിക്കുന്നത്. ഓക്കെ,
ഇനി സോഷ്യോ റിലീജിയസ് റിഫോംസ്. ഇപ്പോ നമ്മുടെ 19ാം സെഞ്ചുറിയുടെ ആദ്യ പകുതി എന്ന് പറയുന്നത് 19ാം സെഞ്ചുറിയുടെ തുടക്കത്തിലൊക്കെ ഇന്ത്യ എന്ന് പറയുന്നത് വളരെ സാമൂഹികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സമൂഹമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നുവെച്ചാല് ഒരുപാട് ആചാരങ്ങളും അന്ധവിശ്വാസങ്ങളും അതുപോലെ തന്നെ എന്താണ് ഈ സതി പോലെയൊക്കെയുള്ള സമൂഹത്തിന് സാമൂഹ്യ അനീതി ഒക്കെ ഉള്ള ഒരു തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിരുന്നു ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത്. അപ്പൊ അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒന്ന് വിദ്യാഭ്യാസമില്ലായ്മയും അതുപോലെ തന്നെ സ്ത്രീകളെ അടിച്ചമർത്താനുള്ള ആ ഒരു ചിന്താഗതിയും, സ്ത്രീകള് എന്താണ് താഴ്ന്നിരിക്കുന്നവരാണ് അല്ലെങ്കിൽ പുരുഷന്മാരെ കാലിലുള്ളവരാണ് എന്നുള്ള ആ ഒരു ചിന്താഗതിയും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിന്റെ കുറവുമായിരുന്നു നമ്മള് സോഷ്യലി ബാക്ക്വേർഡ് ആയിട്ട് നിലനിൽക്കാനുണ്ടായിരുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യയിൽ ഒരുപാട് പേരിങ്ങനെ വിദ്യാഭ്യാസമൊക്കെ നേടിയപ്പം അവർക്ക് മനസ്സിലായി ഇന്ത്യയിൽ തുടരുന്ന പല കാര്യങ്ങളും എന്താണ് അനാചാരങ്ങളാണ്, അന്ധവിശ്വാസങ്ങളാണ്, അനീതിയാണ് എന്നുള്ളതൊക്കെ മനസ്സിലാവുകയും പല ഇന്ത്യക്കാരും ഇതിനെതിരെയൊക്കെ പോരാടുകയും ചെയ്തു എന്നുള്ളതാണ്. അതാണ് ഈ സോഷ്യോ റിലീജിയസ് റിഫോംസ് അല്ലെങ്കിൽ സാമൂഹ്യ മതപരമായിട്ടുള്ള പരിഷ്കരണങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രധാനമായിട്ട് നമുക്ക് പഠിക്കാനുള്ള ഒരാളാണ് രാജാറാം മോഹൻ റോയ്. ബ്രഹ്മസമാജം എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടി സ്ഥാപിച്ച സംഘടനയുടെ പേര്. ബ്രഹ്മസമാജം, ബ്രഹ്മോ സമാജം എന്നൊക്കെ നമ്മൾ എന്താണ് ഇംഗ്ലീഷിൽ എഴുതും ബ്രഹ്മസമാജം. ഓക്കെ, സോ രാജാറാം മോഹൻ റോയ് ഈസ് ദ ഫൗണ്ടർ ഓഫ് ബ്രഹ്മസമാജം. സ്റ്റാർട്ടഡ് മൂവ്മെന്റ് എഗൈൻസ്റ്റ് പ്രാക്ടീസ് ഓഫ് സതി. അപ്പോ എന്താണ് ഇന്ത്യയിൽ നിലനിന്നിരുന്ന വലിയൊരു അനാചാരമായിട്ടുള്ള സതി എന്ന് പറയുന്ന ആ ഒരു പ്രാക്ടീസിനെതിരെ നഖശിഖാന്തം പോരാടിയ ഒരാളായിരുന്നു രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അങ്ങനെ 1829 ഈ സതി എന്ന് പറയുന്ന ആ ഒരു കസ്റ്റം ഇന്ത്യയിൽ നിയമപ്രകാരം നിർത്തലാക്കി. വില്യം ബെന്റിക് ആണ് അത് നിർത്തലാക്കുന്നത്. ആരുടെ പ്രവർത്തനങ്ങൾ മൂലമാണ്? രാജാറാം മോഹൻ റോയുടെ പ്രവർത്തനങ്ങൾ മൂലമാണ്, അല്ലെങ്കിൽ അദ്ദേഹമാണ് അതിനു വേണ്ടി മുന്നിട്ടിറങ്ങിയത്. പക്ഷെ നമുക്കറിയാലോ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരാണ്. അതുകൊണ്ട് നിയമപരമായിട്ട് നിർത്തണമെങ്കിൽ ബ്രിട്ടീഷുകാർ വിചാരിക്കണം. അങ്ങനെ വില്യം ബെന്റിക് 1829 ഈ സതി എന്ന് പറയുന്ന കസ്റ്റം നിർത്തലാക്കി. സതി എന്ന് പറഞ്ഞാൽ ഭർത്താവ് മരിച്ചു കഴിയുമ്പോൾ ഭാര്യ എന്താണ് ഭർത്താവിന്റെ ചിതയിലേക്ക് ചാടി മരിക്കണം എന്ന് പറയുന്ന ഒരു കസ്റ്റമായിരുന്നു സതി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം അദ്ദേഹം സതിയെ എതിർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ എന്താണ്, ഓൾസോ കണ്ടംഡ് പോളിഗാമി. കണ്ടംഡ് എന്ന് പറഞ്ഞാൽ എതിർത്തു എന്നുള്ളത് തന്നെയാണ്. പോളിഗാമി എന്ന് പറഞ്ഞാൽ ബഹുഭാര്യാത്വം എന്നാണ് അർത്ഥം. ഒന്നിലധികം ഭാര്യമാര് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹം പോളിഗാമിയെ എതിർത്തിട്ടുണ്ടായിരുന്നു. ഒന്നിലധികം ഭാര്യമാര് ഒരാൾക്ക് ഉണ്ടാവുന്നതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകളെ ചവിട്ടി താഴ്ത്താൻ വേണ്ടിയിട്ട്, സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടി ഉണ്ടായിരുന്ന പലതരത്തിലുള്ള സിസ്റ്റംസിനെയും അദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു. റോയ് വാസ് ഓൾസോ ആൻ അഡ്വക്കേറ്റ് ഓഫ് മോഡേൺ എഡ്യൂക്കേഷൻ. എന്താണ്, ആധുനിക വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു രാജാറാം മോഹൻ റോയ് എന്ന് പറയുന്നത്. അദ്ദേഹം 1825 സ്ഥാപിച്ച ഒരു കോളേജിന്റെ പേരാണ് വേദാന്ത കോളേജ് എന്നുള്ളത്. 1833 രാജാറാം റോയുടെ മരണശേഷം ബ്രഹ്മസമാജം എന്താണ് രണ്ടായി പിരിഞ്ഞു എന്നുള്ളതാണ് പറയുന്നത്. ആദി ബ്രഹ്മസമാജ് ആൻഡ് ബ്രഹ്മസമാജ് ഓഫ് ഇന്ത്യ എന്നിങ്ങനെ രണ്ടായിട്ട് തരംതിരിഞ്ഞു. ഈ ബ്രഹ്മസമാജം പിരിഞ്ഞപ്പോൾ പോലും അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയെ എതിർക്കുക, ദുരാചാരങ്ങൾക്കെതിരെ പോരാടുക എന്നുള്ളതൊക്കെ തന്നെയായിരുന്നു എന്നുള്ളത് നമ്മൾ രാജാറാം മോഹൻ റോയിയെ കുറിച്ചിട്ട് ഓർത്തിരിക്കേണ്ടതുണ്ട്. അപ്പം ഫസ്റ്റ് പോയിന്റ് എന്താണ്, അദ്ദേഹമാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്. സതി എന്ന ദുരാചാരത്തിനെതിരെ പോരാടി. 1829 സതി നിർത്തലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്തു. ബഹുഭാര്യാത്വം, സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങൾ തുടങ്ങിയതൊക്കെ എതിർത്തിട്ടുണ്ടായിരുന്നു. ആധുനിക വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജാതി വ്യവസ്ഥയെ എതിർത്തിട്ടുണ്ടായിരുന്നു. 1833 ഇദ്ദേഹം മരിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷം ബ്രഹ്മസമാജം എന്ത് ചെയ്തു? വിഭജിക്കപ്പെട്ടു എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. ഇദ്ദേഹത്തിന്റെ പേര് ഒരു 1 വേർഡ് മാർക്കായിട്ട് ചോദിക്കാറുണ്ട്. വിധവ പുനർ വിവാഹ നിയമത്തിന് കാരണക്കാരനായിട്ടുള്ള സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് എന്നുള്ളത്. ആരാണ്? ഹു വർക്ക്ഡ് ഫോർ ദ വിഡോസ്
മാരേജ് ആക്ട് എന്നുള്ളതാണ്. ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആണ് കേട്ടോ. അപ്പൊ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന ഈ സാമൂഹ്യ പരിഷ്കർത്താവ് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രോത്സാഹനം കൊടുക്കുകയും അതിനുവേണ്ടി ഒരുപാട് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള ആളായിരുന്നു ഈശ്വരചന്ദ്ര വിദ്യാസാഗർ. അതേപോലെ തന്നെ ശൈശവിവാഹത്തെയും ബഹുഭാര്യാത്വത്തെയും അദ്ദേഹം എതിർത്തിട്ടുണ്ടായിരുന്നു. വിധവ പുനർവിവാഹ നിയമത്തിന് വേണ്ടിയിട്ട് വളരെയധികം ശ്രമിക്കുകയും കാനിങ് പ്രഭു അങ്ങനെ ഒരു നിയമം ഇന്ത്യയിലെ അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിന്റെ ഫലമായിട്ട് കൊണ്ടുവരികയും ചെയ്തു. 1856 വിഡോസ് റീമാരേജ് ആക്ട് നിലവിൽ വരുന്നത്. അപ്പൊ അത് ആര് കൊണ്ടുവന്നു, ആ വർഷം ഏതാണ്, അതിനുവേണ്ടി ആര് പ്രവർത്തിച്ചു, ഇതൊക്കെ 1 വേർഡ് മാർക്ക് ക്വസ്റ്റ്യൻസ് ആണ്, എങ്ങനെ വേണമെങ്കിലും വരും. നിയമം പാസ്സാക്കിയത് കാനിങ് പ്രഭു ആണ്. നിയമം നിലവിൽ വന്നത് 1856 ആ ഒരു നിയമത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈശ്വർ ചന്ദ്ര വിദ്യാസാഗർ ആണ്. നിയമത്തിന്റെ പേര് വിഡോസ് റീമാരേജ് ആക്ട് അല്ലെങ്കിൽ വിധവ പുനർവിവാഹ നിയമം എന്നുള്ളതാണ്. അപ്പം സതി നിർത്തലാക്കിയതോട് കൂടിയിട്ട് ഇപ്പൊ പണ്ടത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ വളരെ വയസ്സായിട്ടുള്ള ആണുങ്ങളൊക്കെ ചെറുപ്പം പെൺകുട്ടികളെ കല്യാണം കഴിക്കുന്ന ഒരു സിസ്റ്റമാണ് ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ വിധവകളുടെ എണ്ണമൊക്കെ ഒരുപാട് കൂടുതലായിരുന്നു. അപ്പൊ ഈ വിധവകൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കാനുള്ള അർഹത അല്ലെങ്കിൽ അവകാശം നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല പണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ ഭരിക്കാൻ തുടങ്ങിയപ്പം ഈ 1856 വിധവകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പുനർവിവാഹം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു നിയമം പാസ്സാക്കപ്പെട്ടു. അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആയിരുന്നു. ഓക്കെ, അടുത്തത് സ്വാമി വിവേകാനന്ദനാണ്. സ്വാമി വിവേകാനന്ദൻ നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ പരിഷ്കർത്താവാണ്. അദ്ദേഹത്തിന്റെ ഗുരുവായിരുന്ന സ്വാമി രാമകൃഷ്ണ പരമഹംസന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു സംഘടന രൂപീകരിച്ചത്. ആ സംഘടനയുടെ പേരാണ് രാമകൃഷ്ണ മിഷൻ. ഓക്കെ, അപ്പൊ സ്വാമി വിവേകാനന്ദന്റെ ഗുരു ആരാണെന്ന് ചോദിച്ചാൽ സ്വാമി രാമകൃഷ്ണ പരമഹംസനാണ്. അദ്ദേഹത്തിന്റെ സന്ദേശങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് സ്വാമി വിവേകാനന്ദ ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. അതിന്റെ പേരാണ് രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത്. രാമകൃഷ്ണ മിഷന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാല് മതസൗഹാർദ്ദം സ്ഥാപിക്കുക, അതുപോലെ തന്നെ മനുഷ്യരെ സേവിക്കുക, മതങ്ങളുടെ ഏകത്വം, ഇതൊക്കെയായിരുന്നു ഈ ഒരു രാമകൃഷ്ണ മിഷന്റെ ലക്ഷ്യങ്ങള് എന്നുള്ളതും ഓർത്തിരിക്കുക. ഇനി വെസ്റ്റേൺ ഇന്ത്യയിലെ റിഫോം മൂവ്മെന്റ്സിനെ കുറിച്ചിട്ടൊരു ചെറുതായിട്ടൊന്നിങ്ങനെ നോക്കി പോവാനാണ്. വെസ്റ്റേൺ ഇന്ത്യ എന്ന് പറഞ്ഞാൽ ഏത് ഭാഗമാണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. KT തെലക്, VN മണ്ഡലിക് ആൻഡ് RG ഭണ്ഡാർക്കർ, കർസോദാസ് മുൽജി ആൻഡ് ദാദോബ പാണ്ഡുറംഗ്, മനവ് ധർമ്മ സഭ ആൻഡ് പരംഹൻസ മണ്ഡലി. ഈ പേരുകളൊന്നും നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഇത് മാത്രം ഓർത്ത് വെച്ചാൽ മതി. പ്രാർത്ഥനാ സമാജ്. ഓക്കെ, പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് കേശവ ചന്ദ്രസെൻ ആണ്. ഇതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു മെയിൻ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ പശ്ചിമ ഇന്ത്യയിലെ സാമൂഹ്യ പ്രവർത്തനങ്ങളുടെ കേന്ദ്രം അല്ലെങ്കിൽ പശ്ചിമ ഇന്ത്യയിൽ സാമൂഹ്യ പ്രവർത്തനങ്ങൾ നടന്നിരുന്നത് മെയിൻ ആയിട്ടും പ്രാർത്ഥനാ സമാജത്തിന്റെ കീഴിലായിരുന്നു. പ്രാർത്ഥനാ സമാജം സ്ഥാപിച്ചത് കേശവ ചന്ദ്രസെൻ ആണ്. 1849 മഹാരാഷ്ട്രയിലെ പരമഹംസ സഭ എന്ന് പറയുന്ന ഒരു സഭ രൂപീകരിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വിചാരിച്ച പോലെയൊന്നും അതിന്റെ ലക്ഷ്യങ്ങളൊന്നും അതിന്റെ ഉദ്ദേശങ്ങളൊന്നും നടപ്പാവുകയോ അല്ലെങ്കിൽ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാൻ കഴിയുകയൊന്നും ചെയ്യാതെ തന്നെ വളരെ പെട്ടെന്ന് ഇല്ലാതാവുകയും ചെയ്ത ഒരു സഭയായിരുന്നു പരമഹംസ സഭ എന്ന് പറയുന്നത്. അപ്പോ അതിന് പകരമായിട്ട് അതേ ലക്ഷ്യങ്ങളോട് കൂടിയിട്ട് കേശവ ചന്ദ്രസേൻ തുടങ്ങി വെച്ചിട്ടുള്ള ഒരു സംഘടനയായിരുന്നു പ്രാർത്ഥനാ സമാജ് എന്ന് പറയുന്നത്. പ്രാർത്ഥനാ സമാജിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സാമൂഹ്യ പരിഷ്കരണമായിരുന്നു. പിന്നെ ഡിനൗൺസ്ഡ് ഐഡലട്രി എന്ന് വെച്ചാൽ വിഗ്രഹാരാധനയെ എതിർത്തിട്ടുണ്ടായിരുന്നു. പ്രീസ്റ്റ്ലി ഡോമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ ഈ പുരോഹിതന്മാരുടെ ആ ഒരു ഡോമിനൻസ് ഇല്ലേ, പുരോഹിതന്മാരുടെ ആധിപത്യം, അതിനെ എതിർത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ജാതി ചിന്തകളെ എതിർത്തിട്ടുണ്ടായിരുന്നു. ഏകദൈവാരാധന പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതൊക്കെയായിരുന്നു ലക്ഷ്യങ്ങള്. സാമൂഹിക പരിഷ്കരണം, ശൈശവ വിവാഹം നിരോധിക്കുക, ശൈശവ വിവാഹത്തിനെതിരായിരുന്നു ഇവര്. അതേപോലെ വിധവ പുനർവിവാഹത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നു. ഏക ദൈവത്തെ
ആരാധിക്കുന്നത് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ജാതി നിർമ്മാർജ്ജനത്തിന് വേണ്ടിയിട്ട് പോരാടിയിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ജാതി വ്യവസ്ഥയെ എതിർത്തിരുന്നു, വിഗ്രഹാരാധനയെ എതിർത്തിരുന്നു. ഇതൊക്കെയാണ് പ്രാർത്ഥനാ സമാജത്തിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. സ്ഥാപകൻ കേശവ ചന്ദ്ര സെൻ ആണ്. പശ്ചിമ ഇന്ത്യയിലാണ് ഇതിന്റെ പ്രധാനമായിട്ടുണ്ടായിരുന്ന പ്രവർത്തന കേന്ദ്രം. പശ്ചിമ ഇന്ത്യയായിരുന്നു എന്നുള്ളതും ഓർത്തിരിക്കാം. ഇനി അടുത്തതാണ് ആര്യ സമാജം. ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. ഓക്കെ, ആര്യ സമാജം സ്ഥാപിച്ചത് ദയാനന്ദ സരസ്വതിയാണ്. പ്രധാന ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത് ശൈശവ വിവാഹത്തെ എതിർക്കുക, ഓപ്പോസ്ഡ് ചൈൽഡ് മാരേജ് എന്ന് വെച്ചാൽ ശൈശവ വിവാഹത്തെ എതിർത്തിരുന്നു. അതുപോലെ എന്താണ്, ജാതി സമ്പ്രദായത്തെ എതിർത്തിട്ടുണ്ടായിരുന്നു, സ്ത്രീ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, സാമൂഹിക സമത്വത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നു, ഗുരുകുൽ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ഉണ്ടായിരുന്നു ആര്യ സമാജത്തിൽ എന്നാണ് പറയുന്നത്. അതായത് ഗുരുവിന്റെ കൂടെ നിന്നിട്ട് പഠിക്കുന്ന ഒരു സിസ്റ്റമാണ് ആര്യ സമാജത്തിൽ ഉണ്ടായിരുന്നത്. അവർ തുടങ്ങി വെച്ച ഒരു സ്ഥാപനത്തിന്റെ പേരാണ് ദയാനന്ദ് ആംഗ്ലോ വേദിക് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ആര്യ സമാജത്തിന്റെ കീഴില് തുടങ്ങി വെച്ച ഒരു സ്ഥാപനമാണ് ദയാനന്ദ് ആംഗ്ലോ വേദിക് ട്രസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മുസ്ലിങ്ങളുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരു എന്താണ് റിഫോം മൂവ്മെന്റ്സ്, പരിഷ്കരണങ്ങൾ എന്തൊക്കെയായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് ഓർത്തിരിക്കേണ്ടത് അലിഗർ മൂവ്മെന്റ് ആണ്. ഈ കണ്ടോ, അലിഗർ മൂവ്മെന്റ് ബൈ സയ്യിദ് അഹമ്മദ് ഖാൻ. സർ സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച ഒരു എന്താ പറയാ ഓർഗനൈസേഷൻ ആണ്, സംഘടനയാണ് അലിഗർ പ്രസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, അലിഗർ പ്രസ്ഥാനം. ഇവരുടെ പ്രധാന ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ മുസ്ലിങ്ങൾക്കിടയിൽ സാമൂഹികവും വിദ്യാഭ്യാസപരവുമായിട്ടുള്ള മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. ആ ലക്ഷ്യം വെച്ചുകൊണ്ട് സയ്യിദ് അഹമ്മദ് ഖാൻ സ്ഥാപിച്ച ഒരു കോളേജാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് അറ്റ് അലിഗർ. ഇപ്പത്തെ അലിഗഡ് യൂണിവേഴ്സിറ്റി ഇല്ലേ, അതിന്റെ പഴയ പേരാണ് മുഹമ്മദൻ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് എന്ന് പറയുന്നത്. 1875 ഇത് സ്ഥാപിക്കപ്പെടുന്നത്. ഈ കാര്യങ്ങളാണ് നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കേണ്ടതുള്ളൂ. ബാക്കി മൂമെന്റ്സ് ഒന്നും അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് അല്ല. ഓക്കെ, ദെൻ എന്താണ് ഈ ഒരു ഇത്തരത്തിലുള്ള സാമൂഹിക പ്രസ്ഥാനങ്ങളുടെ, സാമൂഹിക മുന്നേറ്റങ്ങളുടെ ഒക്കെ ഒരു ഇമ്പാക്റ്റ് എന്തായിരുന്നു എന്നുള്ളതാണ്, പ്രത്യാഘാതം എന്തായിരുന്നു, അല്ലെങ്കിൽ റിസൾട്ട് എന്തായിരുന്നു എന്നുള്ളതാണ്. ഒന്ന് നാഷണൽ ലിബറേഷൻ മൂവ്മെന്റ് ആണ്. എന്ന് വെച്ചാൽ ഇന്ത്യയിൽ പലർക്കും വിദ്യാഭ്യാസം ലഭിച്ചു. നമ്മൾ എന്താണ്, നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരുന്ന അനീതികളും മറ്റു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി സ്ത്രീകളുടെ വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതോട് കൂടിയിട്ട് നമുക്ക് എന്താണ്, നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യത്തിലാവണം, അല്ലെങ്കിൽ നമ്മൾ മറ്റൊരാളുടെ കീഴിലാണ് ഇപ്പൊ ജീവിക്കുന്നത് എന്നുള്ളൊരു ബോധം ആളുകളുടെ ഉള്ളിൽ വന്നു. അതൊരു നാഷണൽ ലിബറേഷൻ മൂവ്മെന്റിലേക്ക് ലീഡ് ചെയ്തതെന്ന് വെച്ചാൽ സ്വാതന്ത്ര്യ സമരങ്ങളിലേക്ക് എന്താണ് ഇത് നമ്മളെ ലീഡ് ചെയ്തു എന്നുള്ളതാണ്. ഗ്രോത്ത് ഓഫ് എ മോഡേൺ മിഡിൽ ക്ലാസ്. മറ്റൊരു റിസൾട്ട് എന്ന് പറയുന്നത് ആദ്യത്തെ സമൂഹത്തില്, അല്ലെങ്കിൽ ആദ്യകാലത്ത് എന്താണ്, മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ ഒരു വളർച്ചയും ഇല്ലാതെ കിടക്കുന്ന ഒരു വിഭാഗമായിരുന്നു മധ്യവർഗം എന്ന് പറയുന്നത്. ഇപ്പൊ മധ്യവർഗത്തിൽ ഒരുപാട് പേര് എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയപ്പോൾ മധ്യവർഗം ഇങ്ങനെ ഉയർന്നു വരാൻ തുടങ്ങി എന്നുള്ളതാണ്. മാത്രമല്ല സ്ത്രീകളൊക്കെ മുൻധാരയിലേക്ക് വരാൻ തുടങ്ങി. വുമൺ പ്ലേഡ് എ പ്രോമിനന്റ് റോൾ. സ്ത്രീകൾ എന്താണ്, മുൻധാരയിലേക്ക് വരാൻ തുടങ്ങി. ഇതാണ് ഇത്തരം പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു ബ്രിട്ടീഷുകാർ നമ്മുടെ നാട്ടിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഇന്ത്യക്കാരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചത് ഇന്ത്യക്കാരെ നന്നാവാൻ വേണ്ടിയിട്ടല്ല. അവർ എന്തിനാ ഇന്ത്യക്കാരെ പഠിപ്പിക്കാൻ തീരുമാനിച്ചത്? അവർക്ക് വിദ്യാഭ്യാസമുള്ള, ഇംഗ്ലീഷ് അറിയുന്ന ഇന്ത്യക്കാരെ അവർക്ക് ആവശ്യമായിരുന്നു. അവർക്ക് പരസ്പരം ആശയവിനിമയം ഈസി ആക്കണം. അവർക്ക് അവരുടെ കമ്പനികളിലൊക്കെ ജോലി ചെയ്യാൻ, കുറഞ്ഞ വേതനത്തിന് ജോലി ചെയ്യാൻ വിദ്യാഭ്യാസമുള്ള ഇന്ത്യക്കാരെ വേണം, ഗുമസ്തന്മാരെ വേണം. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ഇന്ത്യയിൽ എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, English education was first introduced in India in 18th century in charity schools of Calcutta, Madras and Bombay for educating European and Anglo-Indian children. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തുടങ്ങുന്നത് ആംഗ്ലോ ഇന്ത്യൻ കുട്ടികളാണ്. ആദ്യത്തെ സ്കൂളുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കൽക്കത്ത, മദ്രാസ്, ബോംബെ എന്നീ സ്ഥലങ്ങളിലായിരുന്നു.
അപ്പോൾ ഇവര് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നൽകുന്നതിന്റെ ഒപ്പം തന്നെ ഇന്ത്യക്കാരെ എന്താണ് ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ഈ ചാരിറ്റി അല്ലെങ്കിൽ ക്രിസ്ത്യൻ സഭകൾക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ക്രിസ്ത്യൻ ചാരിറ്റി സഭകളാണ് ഇന്ത്യയിൽ ആദ്യം എന്താണ് സ്കൂളുകളൊക്കെ സ്ഥാപിക്കുന്നത്. ആദ്യത്തെ സ്കൂളുകളൊക്കെ സ്ഥാപിച്ചിട്ടുള്ളത് കൽക്കത്ത, മദ്രാസ്, ബോംബെ എന്നീ സ്ഥലങ്ങളിലൊക്കെയാണ്. അവർ ആദ്യം എഡ്യൂക്കേറ്റ് ചെയ്യാൻ തുടങ്ങിയത് യൂറോപ്യൻസിനെയും അതുപോലെ തന്നെ ആംഗ്ലോ ഇന്ത്യൻ കുട്ടികളെയുമാണ്. ഓക്കെ. Although the East India Company supported these schools in various ways, but it did not take any responsibility for teaching English to the Indian population. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അവരെന്താണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നമ്മുടെ നാട്ടില് കൊണ്ടുവന്നു. പക്ഷെ തുടക്കത്തിലൊന്നും അവര് ഇന്ത്യക്കാരെ ഇംഗ്ലീഷ് പഠിപ്പിക്കാം എന്നുള്ള ഒരു ഉത്തരവാദിത്തമൊന്നും ഏറ്റെടുത്തിട്ട് ഉണ്ടായിരുന്നില്ല. അവരുദ്ദേശിച്ചിരുന്നത് ആംഗ്ലോ ഇന്ത്യൻ കുട്ടികളെയും ഇന്ത്യയിൽ ഉള്ള യൂറോപ്യന്മാരെയും എന്താണ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ പഠിപ്പിക്കുക, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്നുള്ളതായിരുന്നു അവർ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ 1813 ചാർട്ടർ നിയമപ്രകാരം എന്താണ് മിഷണറീസ് ഇന്ത്യയിലേക്ക് വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. 1813 പാസ്സാക്കപ്പെട്ട ഒരു നിയമമാണ് ചാർട്ടർ നിയമം എന്ന് പറയുന്നത്. അപ്പൊ ഈ നിയമപ്രകാരമാണ് മിഷണറീസ് എന്ത് ചെയ്യുന്നത്, ക്രിസ്ത്യൻ മിഷണറീസ് ഇന്ത്യയിലേക്ക് എത്തുന്നത്. ഈ ക്രിസ്ത്യൻ മിഷണറീസ് ഇന്ത്യയിലേക്ക് എത്തിയതിനു ശേഷമാണ് ഇന്ത്യക്കാർക്ക് എന്താ പറയാ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടി തുടങ്ങുന്നത്. അപ്പൊ ഇവരിവിടെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കൊടുക്കാൻ ഉദ്ദേശിച്ചത് ഒരൊറ്റ കാരണം കൊണ്ടായിരുന്നു. വെസ്റ്റേൺ എഡ്യൂക്കേഷൻ നൽകുന്നതിനോടൊപ്പം തന്നെ ക്രിസ്ത്യാനിറ്റിയെ കുറിച്ചിട്ടുള്ള അവബോധം ആളുകളിൽ ഉണ്ടാക്കുക, എന്നിട്ട് അവരെ എന്ത് ചെയ്യുക, ഇന്ത്യക്കാരെ പതിയെ പതിയെ ക്രിസ്ത്യാനിറ്റിയിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി മിഷണറീസിന് ഉണ്ടായിരുന്നു. ദീസ് മിഷണറീസ് വെർ ഓൾവേസ് കീൻ ടു സ്പ്രെഡ് വെസ്റ്റേൺ ലിറ്ററേച്ചർ ആൻഡ് ടീച്ചിങ്സ് ഓഫ് ക്രിസ്ത്യാനിറ്റി ത്രൂ ഇംഗ്ലീഷ് മീഡിയം. കണ്ടോ? അപ്പൊ അവരെന്താണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ നൽകുക എന്ന പേരില് അവരെന്തുകൂടി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു, ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് കൂടി പഠിപ്പിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. അങ്ങനെ ഇന്ത്യയിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ തുടങ്ങിയതിന്റെ ഭാഗമായിട്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള പല തർക്കങ്ങളും ഒക്കെ ഇന്ത്യയിൽ നിലവിൽ വന്നു. നേരത്തെ പറഞ്ഞ പോലെ എന്താണ് ഓറിയന്റലിസ്റ്റുകളും ആംഗ്ലിസിസ്റ്റുകളും തമ്മിലുള്ള തർക്കങ്ങളൊക്കെ നിലവിൽ വന്നു. അപ്പം ആ ഒരു തർക്കങ്ങളെ കുറിച്ചൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷനെ നിയമിച്ചു. ആ കമ്മീഷനാണ് മെക്കാളെ, അല്ലെങ്കിൽ ഒരാളെ നിയമിച്ചു. അതാണ് മെക്കാളെ എന്ന് പറയുന്ന ആള്. അപ്പോ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ട് മെക്കാളെ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ മുന്നോട്ട് വെക്കുകയുണ്ടായി. ഓക്കെ. Very soon a debate arose about the choice to be made with regard to the medium of education in India on which the company's government was to be spent. Macaulay was an advocate of English education. അപ്പൊ എന്താണ്, ഇന്ത്യക്കാർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ളത് തീരുമാനമായി. ഇനി അത് ഏത് ഭാഷയിൽ കൊടുക്കണം, ഇന്ത്യക്കാരെ എന്താണ് പാശ്ചാത്യ വിദ്യാഭ്യാസം നൽകുമ്പോൾ, പാശ്ചാത്യ വിഷയങ്ങൾ പഠിപ്പിക്കുമ്പോൾ അത് ഏത് ഭാഷയിൽ കൊടുക്കണം എന്നുള്ള പേരിലായിരുന്നു തർക്കമുണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് മെക്കാളെ എന്ന് പറയുന്ന ഒരു സ്കോളർ മുന്നോട്ട് വെച്ച എന്താണ്, ഒരു ഇംഗ്ലീഷ് സ്കോളറാണ്, ഇംഗ്ലീഷ് പണ്ഡിതനാണ്. അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാൽ അതിലെ പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത്, അദ്ദേഹം ഒരു ആംഗ്ലിസിസ്റ്റ് ആയിരുന്നു, ഇംഗ്ലീഷ് എഡ്യൂക്കേഷനെ സപ്പോർട്ട് ചെയ്യുന്ന ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞത് ഇന്ത്യക്കാർക്ക് പാശ്ചാത്യ വിഷയങ്ങളിലുള്ള വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് ഇംഗ്ലീഷിലാണ് എന്നാണ് അദ്ദേഹം വാദിച്ചത്. ഓക്കെ. അപ്പൊ ആധുനിക വിദ്യാഭ്യാസം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട മാധ്യമം എന്ന് പറയുന്നത് എന്തായിരിക്കണം, ഇംഗ്ലീഷ് ആയിരിക്കണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത്. ഇതാണ് നമുക്ക് പ്രധാനമായിട്ടും മെക്കാളയെ കുറിച്ചിട്ട് പഠിക്കാനുള്ള ഒരു പോയിന്റ്. ഓക്കെ. അപ്പൊ ഈ ആധുനിക വിദ്യാഭ്യാസം ഇന്ത്യയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്ന ഏജൻസികൾ നമ്മൾ മുന്നോട്ട് വന്നത് ഒന്ന് ക്രിസ്ത്യൻ മിഷണറീസ് ആണെന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ക്രിസ്ത്യൻ മിഷണറീസ് ആണ് ഇന്ത്യക്കാർക്ക് പാശ്ചാത്യ വിദ്യാഭ്യാസം നൽകാൻ വേണ്ടി മുന്നോട്ട് വന്നത്. പിന്നെ ഇവർക്ക് ഇംഗ്ലീഷിലൂടെ എഡ്യൂക്കേഷൻ കൊടുക്കണം എന്ന് വാദിച്ച മറ്റൊരു കൂട്ടം ആളുകൾ എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ പുരോഗമനവാദികൾ, അതായത് വിദ്യാഭ്യാസം ലഭിച്ചിട്ട് വളരെ പുരോഗമനപരമായിട്ടുള്ള ചിന്തകളോട് നടക്കുന്ന ഇന്ത്യക്കാരും ഇത് തന്നെയാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജിൽ ഇന്ത്യക്കാരെ പഠിപ്പിക്കണം. അതുപോലെ
ഇതിനെ സപ്പോർട്ട് ചെയ്ത മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണ്. ഓക്കെ, അപ്പൊ 3 വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു ആംഗ്ലിസിസ്റ്റിൽ ഉണ്ടായിരുന്നത്. ഒന്ന് എന്താണ് ക്രിസ്ത്യൻ മിഷണറീസ് ആണ്, മറ്റൊന്ന് പുരോഗമനവാദികളായ ഇന്ത്യക്കാര്, മറ്റൊന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ്. ഈ 3 കൂട്ടരും മെക്കാളയുടെ അഭിപ്രായത്തോട് യോജിച്ച് നിൽക്കുന്നവരായിരുന്നു. എന്ന് വെച്ചാൽ എന്താണ്, മീഡിയം ഓഫ് സ്റ്റഡി എന്ന് പറയുന്നത് ഇംഗ്ലീഷ് ആയിരിക്കണം എന്നുള്ളതായിരുന്നു അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു ആര്, ഓറിയന്റലിസ്റ്റുകൾ എന്ന് പറഞ്ഞിരുന്നത്. ഓറിയന്റലിസ്റ്റുകൾ വാദിച്ചത് എന്താന്ന് വെച്ചാൽ ഇന്ത്യക്കാർക്ക് പെട്ടെന്ന് കയറി ഇംഗ്ലീഷിലൊന്നും പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ അവരെ എന്താണ് വിദേശ സബ്ജക്റ്റുകൾ, വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് അവരുടെ ലാംഗ്വേജിലായിരിക്കണം എന്നുള്ളതായിരുന്നു അവർ വാദിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി എന്തൊക്കെയായിരുന്നു ഈ ഒരു മെക്കാളെ മിനിറ്റിന്റെ ലക്ഷ്യങ്ങൾ എന്നുള്ളതാണ്. ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞാൽ മെക്കാളെ എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇന്ത്യക്കാർക്ക് കൊടുക്കണം എന്ന് വാദിച്ചതെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ ഇന്ത്യക്കാരിൽ നിന്ന് എന്താണ് ബ്രിട്ടീഷ് ഓഫീസുകളിൽ വർക്ക് ചെയ്യാനായിട്ടുള്ള ഗുമസ്തന്മാരെ കണ്ടെത്തുക എന്നുള്ളതായിരുന്നു ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്. കാരണം ഈ ഗുമസ്തന്മാർക്ക് വളരെ കുറഞ്ഞ വേതനം കൊടുത്താൽ മതി എന്നുള്ളതാണ്. ഇന്ത്യയിൽ നിന്ന് തന്നെ ആളുകളെ കണ്ടെത്തുമ്പോൾ വളരെ കുറഞ്ഞ വേതനം കൊടുത്താൽ മതി. മറ്റൊന്ന്, ഇവർ ഇംഗ്ലീഷൊക്കെ പഠിച്ച് ഇംഗ്ലീഷ് കൾച്ചറൊക്കെ പഠിച്ചു വരുമ്പോൾ ബ്രിട്ടീഷ് ഭരണത്തോട് കൂറുള്ള ഒരു വിഭാഗം ഇന്ത്യക്കാരെ വളർത്തിയെടുക്കാൻ കഴിയും എന്നൊരു പ്രത്യാശ അവർക്കുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഇംഗ്ലീഷൊക്കെ പഠിച്ച് അവരെ പോലെ ഇങ്ങനെ കോട്ടും സൂട്ടൊക്കെ ഇട്ട് നടക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിൽ അറിയാതെ എന്താണ് ബ്രിട്ടീഷുകാരോട് ഒരു മമത തോന്നും, ഒരു കൂറ് തോന്നും. അപ്പൊ അങ്ങനെ ബ്രിട്ടീഷ് ഭരണത്തോട് കൂറുള്ള ഒരു ഇന്ത്യൻ ജനതയെ വളർത്തിയെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം കൂടി ആർക്കുണ്ടായിരുന്നു, മെക്കാളയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് മെക്കാളെ മിനിറ്റ്സിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. സോ അദ്ദേഹം ഇഷ്യൂ ചെയ്ത മെക്കാളേസ് മിനിറ്റ് എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളെ വിളിക്കുക. ആ ഒരു നിർദ്ദേശങ്ങൾ അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഫെബ്രുവരി 2, 1835 എന്നുള്ളതാണ്. ഈ ഒരു മെക്കാളെ മിനിറ്റ് ആണ് ഇന്ത്യയില് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ തുടങ്ങി വെക്കാനുണ്ടായിട്ടുള്ള ഒരു മാർഗ നിർദ്ദേശരേഖ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തത് വുഡ്സ് ഡെസ്പാച്ച്. ചാൾസ് വുഡിന്റെ ഫോട്ടോ ആണ് അവിടെ നിങ്ങൾക്ക് കാണുന്നത്. വുഡിന്റെ വിദ്യാഭ്യാസ രേഖ. അപ്പൊ നമ്മുടെ മെക്കാളെ മിനിറ്റ്സ് വന്ന് അതിനെന്താ ഒരുപാട് വിവാദങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെ മറ്റൊരാളെ എന്താണ് ഏർപ്പാടാക്കുകയാണ് ഇന്ത്യയിൽ എങ്ങനെ വിദ്യാഭ്യാസം കൊടുക്കണം എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഒന്ന് പഠിക്കാൻ വേണ്ടിയിട്ട്. ആ ആളുടെ പേരാണ് ചാൾസ് വുഡ് എന്ന് പറയുന്നത്. 1854 അദ്ദേഹം ഒരു മാർഗനിർദ്ദേശ രേഖ തയ്യാറാക്കുകയുണ്ടായി. അതിനെയാണ് വുഡ്സ് ഡിസ്പാച്ച് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അദ്ദേഹം തയ്യാറാക്കിയ മാർഗനിർദ്ദേശ രേഖയിൽ പറയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ചാല്, പാശ്ചാത്യ വിഷയങ്ങൾ ഇന്ത്യക്കാരെ പഠിപ്പിക്കണം. അത് തന്നെയാണ് എന്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത്, ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസത്തിന്റെ അന്തിമ ലക്ഷ്യം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്താണ്, പാശ്ചാത്യ സബ്ജക്റ്റുകൾ പഠിക്കണം. ടീച്ച് വെസ്റ്റേൺ സബ്ജക്ട്സ്, പാശ്ചാത്യ വിഷയങ്ങൾ പഠിപ്പിക്കണം. പക്ഷെ പാശ്ചാത്യ വിഷയങ്ങൾ പഠിപ്പിക്കുന്നത് 2 തരത്തിലായിരിക്കണം. ഒന്നെന്താണ്, പ്രാഥമിക വിദ്യാഭ്യാസം, പ്രൈമറി എഡ്യൂക്കേഷൻ. അതായത് ചെറിയ ക്ലാസ്സുകളിൽ എന്ത് ചെയ്യണം, അവരുടെ സ്വന്തം ഭാഷയിൽ അല്ലെങ്കിൽ എന്താണ് ലോക്കൽ ലാംഗ്വേജിൽ, വെർനാക്കുലർ ലാംഗ്വേജിൽ, പ്രാദേശിക ഭാഷയിൽ വേണം പഠിപ്പിക്കാൻ എന്നാണ് പറയുന്നത്. കാരണം ചെറിയ കുട്ടികളെ ഒന്നും ഇംഗ്ലീഷിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റില്ല എന്നാണ് വുഡ്സ് ഡിസ്പാച്ച് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ പ്രൈമറി എഡ്യൂക്കേഷൻ പ്രാദേശിക ഭാഷയിലും ഉന്നത വിദ്യാഭ്യാസം ഹയർ എഡ്യൂക്കേഷൻ ഇംഗ്ലീഷ് ഭാഷയിലും നടപ്പിലാക്കണം എന്നുള്ളതായിരുന്നു വുഡ്സ് ഡെസ്പാച്ച് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന മാർഗനിർദ്ദേശം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിന് പിന്തുണ നൽകിയിട്ടുണ്ടായിരുന്നു. പുരുഷന്മാർക്ക് മാത്രം വിദ്യാഭ്യാസം കൊടുത്താൽ പോരാ, പെണ്ണുങ്ങളും പഠിക്കട്ടെ എന്ന് പറഞ്ഞ ആളായിരുന്നു ചാൾസ് വുഡ് എന്ന് പറയുന്നത്. അതിനു വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സർവകലാശാലകളൊക്കെ ഇന്ത്യയിൽ തുടങ്ങണം എന്ന് അദ്ദേഹം നിർദ്ദേശം വെക്കുകയുണ്ടായി. അതുപോലെ തന്നെ ഇന്ത്യയിലെ വിദ്യാഭ്യാസ കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു പൊതു വിദ്യാഭ്യാസ വകുപ്പ് ആരംഭിക്കുകയും അതിനൊരു ഡയറക്ടറെ അപ്പോയിന്റ് ചെയ്യുകയും വേണം എന്നുള്ളതും വുഡ്സ് ഡെസ്പാച്ചില് പറയുന്ന ഒരു കാര്യമാണ്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് വുഡ്സ് ഡെസ്പാച്ചിനെ കുറിച്ച് നിങ്ങൾ ഓർത്തിരിക്കേണ്ടത്. ചാൾസ് വുഡ് എന്ന് പറയുന്ന എന്താണ് ബ്രിട്ടീഷിന്റെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആയിരുന്ന ചാൾസ് വുഡ് ആണ്
ഇന്ത്യയിൽ നടപ്പിലാക്കേണ്ട വിദ്യാഭ്യാസ നയത്തെ കുറിച്ചിട്ടുള്ള കുറച്ച് ഗൈഡ് ലൈൻസ് തയ്യാറാക്കി 1854 അതിനെ വിളിക്കുന്ന പേരാണ് വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത്. അപ്പൊ അദ്ദേഹം അതിൽ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് എന്താണ്, ഇന്ത്യക്കാരെ പാശ്ചാത്യ വിഷയങ്ങൾ പഠിപ്പിക്കണം, ചെറിയ ക്ലാസ്സുകളിൽ പ്രൈമറി ക്ലാസ്സുകളിൽ അല്ലെങ്കിൽ എന്താണ് പ്രാഥമിക വിദ്യാഭ്യാസം പ്രാദേശിക ഭാഷയിലും ഉന്നത വിദ്യാഭ്യാസം ഇംഗ്ലീഷിലും നൽകാം എന്നാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയം. സ്ത്രീ വിദ്യാഭ്യാസത്തിന് അദ്ദേഹം ഊന്നൽ നൽകിയിട്ടുണ്ടായിരുന്നു. വിദ്യാഭ്യാസ കാര്യങ്ങൾ ഏകോപിപ്പിച്ച് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു വകുപ്പ് ഉണ്ടാക്കണമെന്നും അതിനൊരു ഡയറക്ടർ നിയമിക്കണമെന്നും അദ്ദേഹം മുന്നോട്ട് വെച്ചു. വിദ്യാഭ്യാസം നൽകുന്നതിന് വേണ്ടിയിട്ട് സ്കൂളുകളും സർവകലാശാലകളും ഒക്കെ സ്ഥാപിക്കണം എന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. ഇതാണ് വുഡ്സ് ഡെസ്പാച്ച് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അതേ കാര്യം ഇനി വുഡ്സ് ഡെസ്പാച്ച് ഓക്കെ, അത് അത്രയും കാര്യങ്ങളാണ്. ഇനി പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് വെർനാക്കുലർ പ്രസ് ആക്ട് ആണ്. ഓക്കെ, വെർനാക്കുലർ പ്രസ് ആക്ട്, അതിന്റെ ഹെഡിങ് ഇവിടെ കൊടുക്കാൻ വിട്ടുപോയിട്ടുണ്ട്. വെർനാക്കുലർ പ്രസ് ആക്ട് 1878, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പോ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആളുകൾക്ക് വിദ്യാഭ്യാസമൊക്കെ ലഭിക്കാൻ തുടങ്ങി. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയിൽ ഒരുപാട് ആളുകൾ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി പഠിച്ചു വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരെന്താണ്, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തെയൊക്കെ സൂചിപ്പിച്ചുകൊണ്ടുള്ള പത്രങ്ങളൊക്കെ ഒരുപാട് സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രാദേശിക പത്രങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങി എന്നുള്ളതായിരുന്നു. ഇങ്ങനെ ഒരുപാട് പ്രാദേശിക പത്രങ്ങൾ പബ്ലിഷ് ചെയ്യാൻ തുടങ്ങുകയും ഈ പ്രാദേശിക പത്രങ്ങളിലൊക്കെ പലയിടത്തും എന്താണ് ബ്രിട്ടീഷുകാർ ചെയ്തു കൂട്ടുന്ന ദുർഭരണങ്ങളെ കുറിച്ചൊക്കെ ആളുകൾ എഴുതി തുടങ്ങി. അങ്ങനെ ആളുകൾ എഴുതി തുടങ്ങിയാൽ പെട്ടെന്ന് ഇന്ത്യക്കാർ തങ്ങൾക്കെതിരെ ആവുമെന്നും തങ്ങൾക്കെതിരെ പോരാടുമെന്നും തങ്ങളെ ഇവിടുന്ന് ഓടിക്കുമെന്നും ബ്രിട്ടീഷുകാർക്ക് മനസ്സിലാവാണ്. അപ്പൊ അവര് പുതിയൊരു നിയമം പാസാക്കി. ആ നിയമത്തിന്റെ പേരാണ് വെർനാക്കുലർ. ലിട്ടൺ പ്രഭു ആണ് വെർനാക്കുലർ പ്രസ് ആക്ട് പുറത്തിറക്കുന്നത്. 1778 കേട്ടോ. ഇതൊക്കെ വൺ വേർഡ് ആയിട്ടൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ്, ഡ്യൂറിംഗ് ദ 19th century എ ലാർജ് നമ്പർ ഓഫ് ന്യൂസ് പേപ്പേഴ്സ് ഇൻ ലോക്കൽ ലാംഗ്വേജ് ഓൾസോ സ്റ്റാർട്ടഡ്. 19th centuryയുടെ ഒരു മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് എന്താണ്, പ്രാദേശിക ഭാഷയിലുള്ള ഒരുപാട് പത്രങ്ങൾ ഇറങ്ങാൻ തുടങ്ങി. ഇങ്ങനെ ഒരുപാട് പത്രങ്ങൾ ഇറങ്ങിയപ്പോ ഈ പത്രങ്ങളെയൊക്കെ ഒന്ന് നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ലോർഡ് ലിട്ടൺ നടപ്പിലാക്കിയ ഒരു നിയമമായിരുന്നു വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് പറയുന്നത്. അപ്പൊ വെർനാക്കുലർ പ്രസ് ആക്ട് പ്രകാരം ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരെയായിട്ട് എഴുതുന്ന പത്രങ്ങളെ എന്താണ്, പത്രങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതാണ് ഈ ഒരു നിയമത്തിന്റെ ലക്ഷ്യം, അല്ലെങ്കിൽ ഈ നിയമത്തിന്റെ ഉൾക്കാമ്പ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ, അതായത് ഇപ്പൊ ഞാനൊരു പത്രം ഇറക്കി, ഞാൻ അതിൽ എന്റെ പ്രദേശത്ത് ബ്രിട്ടീഷുകാർ നടത്തുന്ന ദുർഭരണങ്ങളെ കുറിച്ചൊക്കെ എഴുതി എന്ന് വിചാരിക്കുക. അപ്പോൾ വെർനാക്കുലർ പ്രസ് ആക്ട് പ്രകാരം ബ്രിട്ടീഷുകാർക്ക് ആ പത്രം പൂട്ടാനുള്ള അവകാശമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അപ്പൊ ഈ ഒരു ആക്ട് വന്നതോടു കൂടിയിട്ട് വളരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഇന്ത്യയിൽ ഉടലെടുത്തു. അങ്ങനെ പ്രതിഷേധങ്ങളൊക്കെ വന്നതിന്റെ ഭാഗമായിട്ട് 1882 ലോർഡ് റിപ്പൺ പ്രഭു എന്ത് ചെയ്യാണ്, ഈ വെർനാക്കുലർ പ്രസ് ആക്ട് പിൻവലിക്കുകയും ചെയ്തു. ഓക്കെ, വെർനാക്കുലർ പ്രസ് ആക്ടിനെ കുറിച്ച് ഷോർട്ട് നോട്ട് എഴുതാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് എഴുതേണ്ടത്. 19th centuryയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് പ്രാദേശിക പത്രങ്ങള് പ്രസിദ്ധീകരിക്കാൻ തുടങ്ങി. ഈ പ്രാദേശിക പത്രങ്ങളുടെയൊക്കെ സ്വാതന്ത്ര്യം നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ ലോർഡ് ലിട്ടൺ പുറത്തിറക്കിയ ഒരു നിയമമാണ് വെർനാക്കുലർ പ്രസ് ആക്ട് ഓഫ് 1878 എന്ന് പറയുന്നത്. ഈ ആക്ട് പ്രകാരം പ്രാദേശിക പത്രങ്ങളിൽ ബ്രിട്ടീഷ് ഭരണത്തെ കുറിച്ചിട്ട് എന്തെങ്കിലും കുറ്റം എഴുതുകയാണെന്നുണ്ടെങ്കിൽ ആ പത്രങ്ങളെ പൂട്ടിക്കാൻ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അധികാരമുണ്ടായിരിക്കും എന്നുള്ളതാണ്. അങ്ങനെ ഇതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ നടപ്പിലാവുകയും ലോർഡ് റിപ്പൺ 1882 ഈ വെർനാക്കുലർ പ്രസ് ആക്ട് പിൻവലിക്കുകയും ചെയ്തു. ഓക്കെ, ഇനി ഇതിൽ പറയാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. അപ്പൊ ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ നിങ്ങളോട്, മുന്നത്തെ ചാപ്റ്ററിലാണ് ഹണ്ടർ കമ്മീഷൻ കയറി വന്നിട്ടുള്ളത് എന്നുള്ളത്. ശരിക്കും ഇത് ഈ ചാപ്റ്ററിലുള്ളതാണ് ഹണ്ടർ കമ്മീഷൻ. ഈ പറഞ്ഞ പോലെ തന്നെ വിദ്യാഭ്യാസ നയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. A commission was set up in 1882 under W.W. Hunter to review the progress, the field of education following Wood's dispatch. അപ്പോ
വുഡിന്റെ വിദ്യാഭ്യാസ രേഖ പദ്ധതി, വുഡ്സ് ഡെസ്പാച്ച് എന്ന് പറയുന്നത് വുഡ് പുറത്തിറക്കിയ ഗൈഡ് ലൈൻസ് ആയിരുന്നു അല്ലെ. അപ്പോ അതിന് വിദ്യാഭ്യാസ രംഗത്തുണ്ടായിരുന്ന പുരോഗതിയെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന മറ്റൊരു കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ എന്ന് പറയുന്നത്. 1882 WW ഹണ്ടറിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു ഹണ്ടർ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പോ ഹണ്ടർ കമ്മീഷനും എന്താണ്, കുറച്ച് ശുപാർശകൾ മുന്നോട്ട് വെക്കേണ്ടായി. അവർ വെച്ച ശുപാർശ എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് ഒന്നുകൂടിയൊക്കെ പ്രത്യേക ശ്രദ്ധ നൽകേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രാദേശിക സമിതികൾ, അതായത് ഈ നമ്മുടെ ഓരോ നാട്ടിലെയും വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നത് കൃത്യമായ രീതിയിലാണ് എന്നുള്ളത് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, പ്രാദേശിക സമിതികൾക്ക് നടത്തിപ്പ് ചുമതല കൊടുക്കണം. അതുപോലെ തന്നെ നാട്ടുഭാഷയിലായിരിക്കണം വിദ്യാഭ്യാസം നൽകേണ്ടത് എന്നുള്ള കുറെ നിർദ്ദേശങ്ങളൊക്കെയാണ് ഇദ്ദേഹം മുന്നോട്ട് വെച്ചത്. ദ ഹണ്ടർ കമ്മീഷൻ മെയ്ഡ് എ ലാർജ് നമ്പർ ഓഫ് റെക്കമെൻഡേഷൻ ഗ്രോത്ത് ഓഫ് പ്രസ് ഇൻ ഇന്ത്യ. ഇതടുത്ത ടോപ്പിക്കാണ് കേട്ടോ, ഗ്രോത്ത് ഓഫ് പ്രസ് ഇൻ ഇന്ത്യ. നമ്മൾ നേരത്തെ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. അപ്പൊ ഹണ്ടർ കമ്മീഷനിൽ ഇവിടെ നിന്നുള്ളത് ഇങ്ങോട്ട് നോക്കണ്ട, അത് എന്തോ ടൈപ്പിംഗ് എററിൽ കയറി വന്നതാണ്. ഇപ്പൊ ഹണ്ടർ കമ്മീഷനിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത്രയൊക്കെയാണ്. നമ്മുടെ വുഡ് ഡെസ്പാച്ചിന്റെ പുരോഗതി പരിശോധിക്കാൻ വേണ്ടിയിട്ട് നിലവിൽ വന്ന ഒരു കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇത് WW ഹണ്ടറിന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു കമ്മീഷൻ വന്നത്. 1882 അപ്പൊ അദ്ദേഹം മുന്നോട്ട് വെച്ച ശുപാർശകൾ എന്ന് പറയുന്നത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന്റെ പുരോഗതിക്ക് ഒന്നുകൂടിയൊക്കെ പ്രാധാന്യം കൊടുക്കേണ്ടിയിരിക്കുന്നു, പ്രത്യേക ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു. നാട്ടുഭാഷയിൽ തന്നെ വിദ്യാഭ്യാസം നൽകുന്നത് തന്നെയാണ് നല്ലത് എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അതുപോലെ തന്നെ എയ്ഡഡ് സ്ഥാപനങ്ങൾ കുറെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ എയ്ഡഡ് സ്ഥാപനങ്ങൾക്കൊക്കെ ഗവൺമെന്റ് അംഗീകാരം കൊടുക്കണം എന്ന് പറഞ്ഞു. പിന്നെ എന്താണ്, സെക്കൻഡറി എഡ്യൂക്കേഷന് അക്കാദമിക് തലത്തിലും തൊഴിലധിഷ്ഠിതമായിട്ടുള്ള തലത്തിലും 2 തലത്തിലായിരിക്കണം എന്താണ് ഉന്നത വിദ്യാഭ്യാസം നൽകേണ്ടത് എന്നും കൂടി അദ്ദേഹം മുന്നോട്ട് വെക്കേണ്ടായി. ഇത്രയാണ് ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? യെസ് മാം. ഓക്കെ, അപ്പൊ അടുത്ത ചാപ്റ്റർ കൂടി നോക്കല്ലേ നമുക്ക്. അടുത്തത് 19th ചാപ്റ്റർ ആണ്, പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂൾ, ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയുള്ള ജനങ്ങളുടെ എതിർപ്പ്. ഇപ്പൊ നമ്മൾ കണ്ടെടുത്തോളം എന്താണ്, ബ്രിട്ടീഷുകാര് വിദ്യാഭ്യാസമൊക്കെ ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്തു. പക്ഷെ ആ വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അവരോട് കൂറുള്ള ഒരു ഇന്ത്യൻ ജനതയെ വളർത്തിയെടുക്കുക, അവരുടെ വളരെ കുറഞ്ഞ വേതനത്തിന് അവരുടെ ഗുമസ്തന്മാരായിട്ട് ജോലി ചെയ്യുക തുടങ്ങിയിട്ടുള്ളതൊക്കെ ആയിരുന്നു. പിന്നെ കുറെ നല്ല കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ചെയ്തിട്ടുണ്ട്. സതി നിർത്തലാക്കി, അതുപോലെ എന്താണ് വിധവാ പുനർവിവാഹ നിയമം കൊണ്ടുവന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മള് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അവര് കൊണ്ടുവന്ന ചില ഭൂനിയമങ്ങളൊക്കെ. അപ്പൊ ഇങ്ങനെയുള്ള പല കാരണങ്ങളിലൂടെ നമ്മൾ പറഞ്ഞല്ലോ സതി നിർത്തലാക്കി എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ഈ സതി നിർത്തലാക്കിയതൊക്കെ ഒരു വിഭാഗം ഇന്ത്യൻ ജനങ്ങളെ വളരെ നെഗറ്റീവായിട്ടാണ് ബാധിച്ചത്. എന്ന് വെച്ചാൽ അവരവരുടെ മതവിശ്വാസത്തിന്റെ ഒരു ആചാരമായിട്ട് കൊണ്ട് നടന്നിരുന്ന കാര്യമായിരുന്നു. അപ്പോൾ ആളുകൾ ചിന്തിക്കാൻ തുടങ്ങി, ബ്രിട്ടീഷുകാർ നമ്മുടെ മതപരമായ കാര്യങ്ങളിലൊക്കെ കയറി ഇടപെടാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സാമ്പത്തികമായ കാര്യങ്ങളിൽ, നമ്മുടെ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ, നമ്മുടെ സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ബ്രിട്ടീഷുകാർ കയറി ഇടപെടുന്നുണ്ട്, നമ്മളെ ചൂഷണം ചെയ്യുന്നുണ്ട് എന്നൊക്കെ ഇന്ത്യക്കാർ മനസ്സിലാക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് ഇങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള കലാപങ്ങളൊക്കെ ഇങ്ങനെ പൊട്ടിപ്പുറപ്പെടാൻ തുടങ്ങി എന്നുള്ളതാണ്. അങ്ങനെ കമ്പനിക്കെതിരെ നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട വളരെ പ്രശസ്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളെ കുറിച്ചിട്ടാണ് ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, സർക്കംസ്റ്റൻസസ് ലീഡിങ് ടു പോപ്പുലർ റിവോൾട്ട്. അപ്പൊ അങ്ങനെ ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട കുറെ കലാപങ്ങളൊക്കെ പറയുന്നുണ്ട്. കർഷക കലാപങ്ങള്, സന്യാസി ലഹള,
അതുപോലെ തന്നെ എന്താണ് ഇൻഡിഗോ കലാപം, ഇത് നോക്കിയിട്ട് നമുക്ക് അതിലേക്ക് പോവാം കേട്ടോ. കുറെ കലാപങ്ങൾ നടന്നു. പെസന്റ് റിവോൾട്ട് എന്ന് പറഞ്ഞാൽ കർഷക കലാപങ്ങളാണ്. അപ്പം കർഷകര് പല പ്രദേശങ്ങളിലുള്ള പല നാട്ടുരാജ്യങ്ങളിലുള്ള കർഷകർ എന്താണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ സമരം ചെയ്യാൻ തുടങ്ങി. അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സമരങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഫക്കീർ ലഹള, സന്യാസി ലഹള, അതുപോലെ എന്താണ് ഇൻഡിഗോ റിബല്ലിയൻ, ഫറൈസി മൂവ്മെന്റ്, വഹാബി മൂവ്മെന്റ്, ഇതൊക്കെ എന്താണ് കർഷക കലാപങ്ങളാണ്. അപ്പൊ ഇതിൽ ഒന്ന് രണ്ട് കലാപങ്ങൾ മാത്രം എവിടെ നടന്നു എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഫക്കീർ ലഹള എന്ന് പറയുന്നത് ബംഗാളില് സ്വന്തമായി ഭൂമിയില്ലാത്ത കർഷക വിഭാഗമായിരുന്നു ഫക്കീറുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഇവര് ബ്രിട്ടീഷുകാർക്ക് എതിരെ നടത്തിയ സമരമാണ് ഫക്കീർ ലഹള എന്നറിയപ്പെടുന്നത്. ഇനി സന്യാസി ലഹള എന്ന് പറഞ്ഞാല് ഈ സന്യാസിമാർ ഇങ്ങനെ പുണ്യ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കുന്നതിന് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വിലക്ക് കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബംഗാൾ, ആസാം, ബീഹാർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ ഈ സന്യാസിമാരും കർഷകരോട് കൂടി സമരം ചെയ്യാൻ തുടങ്ങി. അതാണ് സന്യാസി ലഹള എന്നറിയപ്പെടുന്നത്. ഇനി ബംഗാളിൽ നടന്നൊരു കലാപമാണ് ഇൻഡിഗോ റിബല്ലിയൻ അല്ലെങ്കിൽ നീലം കലാപം. ഇൻഡിഗോ കലാപം അല്ലെങ്കിൽ നീലം കലാപം എന്നൊക്കെ പറയും. ഇത് ബംഗാളിലെ നീലം കർഷകര് നടത്തിയ കലാപമാണ് ഇൻഡിഗോ റിബല്ലിയൻ എന്ന് പറയുന്നത്. ഫറൈസി മൂവ്മെന്റ് എന്നുള്ളത് മുസ്ലിം കർഷകർ നടത്തിയിട്ടുള്ള ഒരു കലാപമാണ്. അപ്പൊ അങ്ങനെ എന്താണ് ഒരുപാട് കർഷക കലാപങ്ങൾ നടന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഗോത്രവർഗ സംഘർഷങ്ങളും ബ്രിട്ടീഷുകാർക്കെതിരെ നടന്നിട്ടുണ്ടായിരുന്നു. ട്രൈബൽ റിവോൾട്ട്സ് എന്ന് പറഞ്ഞാൽ ഗോത്ര വർഗ സംഘർഷങ്ങൾ അല്ലെങ്കിൽ കലാപങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാന്താൾ റിബല്ലിയൻ, സാന്താൾ കലാപം, അതുപോലെ മുണ്ടാർ റിബല്ലിയൻ, പിന്നെന്താണ് ജയന്തിയ ഗാരോ റിബല്ലിയൻ, ദെൻ ബിൽസ് കലാപം, കോൾ കലാപം, മാപ്പിള ലഹള. ഓക്കെ, മാപ്പിള ലഹള നടന്നിട്ടുള്ളത് കേരളത്തിലാണ്. അതുപോലെ സാന്താൾ റിബല്ലിയൻ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലായിരുന്നു. മുണ്ട കലാപം നടന്നത്, മുണ്ട കലാപം, മാപ്പിള ലഹള, ദിൽ കലാപം, ഇതൊക്കെ എക്സാമ്പിൾസ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി. ഈ ഗോത്രവർഗക്കാര് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാനുണ്ടായിട്ടുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ബ്രിട്ടീഷ് കാടുകളൊക്കെ വെട്ടിത്തെളിച്ചിട്ട് കൃഷിഭൂമിയാക്കിയിട്ടായിരുന്നു ഈ ഗോത്രവർഗക്കാർ ജീവിച്ചിട്ടുണ്ടായിരുന്നു. നമുക്കറിയാലോ, ഗോത്രവർഗക്കാരെന്ന് പറഞ്ഞാൽ ആദിവാസികളാണ്. ആദിവാസികൾ ജീവിക്കുന്നത് കാടിനകത്താണ്. ഇപ്പൊ കാടിനകത്തുള്ള പ്രോഡക്റ്റുകളൊക്കെ എടുത്തിട്ടും വിറ്റിട്ടും അതുപോലെ കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തിട്ടൊക്കെയാണ് ഇവർ ജീവിക്കുന്നത്. ഇവരുടെ കാടിലേക്ക് ബ്രിട്ടീഷുകാര് എന്ത് ചെയ്യാൻ തുടങ്ങി? കയറി ചെല്ലാൻ തുടങ്ങി. റെയിൽവേക്ക് വേണ്ടിയിട്ടും മറ്റുമൊക്കെ ആയിട്ട് ഇവര് കാട്ടിൽ നിന്ന് മരങ്ങൾ വെട്ടിക്കൊണ്ടുവരിക. അതുപോലെ തന്നെ ഒരു ഫോറസ്റ്റ് ആക്ട് എന്ന് പറഞ്ഞിട്ട് വന നിയമം എന്ന് പറയുന്ന ഒരു നിയമം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്നു. വന നിയമപ്രകാരം കാട്ടിൽ നിന്ന് എന്ത് സാധനങ്ങള് ഈ ഗോത്രവർഗക്കാര് ശേഖരിക്കുന്ന ജീവിതത്തെ അത് പ്രതികൂലമായിട്ട് ബാധിക്കാൻ തുടങ്ങി. അങ്ങനെ എന്താണ് ഗോത്രവർഗക്കാര് കമ്പനിക്കെതിരെ സമരങ്ങൾ നടത്തി. ഓക്കെ, ഇതായിരുന്നു കാരണം എന്ന് പറയുന്നത്. ഇനി ഈ ആദ്യകാല കലാപങ്ങളുടെയൊക്കെ ഒരു പൊതു സ്വഭാവം എന്ന് പറയുന്നത് ഒക്കെ എന്താണ് പ്രാദേശിക സ്ഥലങ്ങളിലായിരുന്നു പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ്. ഇപ്പം സാന്താൾ കലാപം എന്ന് പറഞ്ഞാൽ സാന്താളന്മാര് ജീവിക്കുന്ന ആ ഒരു പ്രദേശത്ത്. ഇൻഡിഗോ റിബല്ലിയൻ എന്ന് പറഞ്ഞാൽ ബംഗാളിലെ നീലം കർഷകര്, ബംഗാളിൽ മാത്രം നടന്ന സമരം. അങ്ങനെ പ്രാദേശിക കാരണങ്ങളാൽ പൊട്ടിപ്പുറപ്പെട്ട സമരങ്ങളായിരുന്നു. അതുപോലെ തന്നെ സംഘടിതമോ മുൻകൂട്ടി തീരുമാനിച്ചതോ ആയിരുന്നില്ല. ജീവിക്കാൻ പറ്റാത്തൊരു അവസരം വരുമ്പോ അങ്ങ് പൊട്ടിത്തെറിക്കുക എന്നുള്ളതായിരുന്നു. അല്ലാണ്ട് മുൻകൂട്ടി തീരുമാനിച്ച് ഇങ്ങനെയൊക്കെ അറ്റാക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചിട്ടൊന്നും നടത്തുന്ന സമരങ്ങളായിരുന്നില്ല. ഇതാണ് ആദ്യകാല കലാപങ്ങളുടെ സവിശേഷതകൾ എന്ന് പറയുന്നത്. ഒരു സവിശേഷത പ്രാദേശിക കാരണങ്ങളാൽ പൊട്ടിപ്പുറപ്പെട്ടതാണ്. അതുപോലെ തന്നെ എന്താണ് സംഘടിതവും മുൻകൂട്ടി തീരുമാനിച്ചതും ആയിരുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇനി ഇത്തരം റിവോൾട്ടുകളിലേക്ക് നയിച്ച എന്താണ് അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. ഒന്ന്, the colonial rulers were concerned only with the collection of revenues in time which were fixed at high rates. ഈ കോളനി റൂളേഴ്സ് അല്ലെങ്കിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശ്രദ്ധ എന്ന് പറയുന്നത് ഒരു കാര്യത്തിൽ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്ത് കാര്യത്തിലാണ്? കളക്ഷൻ ഓഫ് റവന്യൂ. സമയാവുമ്പോ എന്താണ് വലിയ നിരക്കില് ടാക്സ് പിരിക്കുക എന്നുള്ള ഒരു കാര്യത്തിൽ മാത്രമാണ് കോളനി ശ്രദ്ധ വെച്ചിട്ടുണ്ടായിരുന്നത്. ജമീന്ദാർസ് ആൻഡ് others who were engaged in collecting the revenue were least concerned about the paying capacity of the cultivators and forcefully collected the taxes. ഈ
ആ മനസ്സിലായി ഇമ്മ കുട്ടി ആ റൂമിൽ പോയി കണ്ടേ പോയി നല്ലോണം പെട്ട് അവിടെ കിടന്ന് ഉറക്കം വരില്ല എന്നിട്ട് പേര് തലവേദന എനിക്ക് തോന്നുന്നു എന്റെ കുട്ടികൾക്ക് കൈ കുത്തിർന്ന് നല്ല അടിയാണ്. ഓക്കെ. ഇപ്പൊ എന്താ നമ്മൾ പറഞ്ഞത്? എന്താണ് നമുക്കറിയാം അഹൽവാരി സിസ്റ്റത്തിലും അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ പെർമനന്റ് സെറ്റിൽമെന്റിലൊക്കെ നമുക്ക് അറിയാം കർഷകരിൽ നിന്ന് ടാക്സ് പിരിക്കാൻ വേണ്ടിയിട്ട് ഇടനിലക്കാരുണ്ടായിരുന്നു. ഒന്നുകിൽ വില്ലേജ് ഹെഡ്മാനോ അല്ലെങ്കിൽ എന്താണ് ജമീന്ദാറോ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഇവരായാലും എന്താണ് ഈ കർഷകരുടെ കഷ്ടപ്പാടുകളെ കുറിച്ചൊന്നും ചിന്തിക്കുന്നുണ്ടായിരുന്നില്ല. കർഷകർക്ക് ഇവരാവശ്യപ്പെടുന്ന അത്ര നികുതി അടയ്ക്കാൻ കഴിയുന്ന സിറ്റുവേഷൻ ആണോ എന്നൊന്നും നോക്കാതെ വളരെ നിർബന്ധിതമായിട്ട് ഇവരെന്താണ് അവരിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ ഇതും എന്താണ് കർഷകരെ സംബന്ധിച്ചിടത്തോളം അവരെ ഏറ്റവും കഷ്ടത്തിലാക്കുന്ന ഒരു സംഭവമാണ്. Under the colonial rule, the nexus of the official, the landlord and the money lender combined together to exploit the peasantry. അപ്പോ ഈ നികുതി അടയ്ക്കാൻ കഴിയാത്ത ഒരു അവസരം വരുമ്പോ പിന്നെ ആകെയുള്ള ഒരു രക്ഷ എന്ന് പറയുന്നത് എന്താണ്? കടം വാങ്ങുക. അപ്പൊ ഇവരെന്ത് ചെയ്യും? മണി ലെൻഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഈ എന്താ പറയാ കൊള്ള പലിശയ്ക്ക് കടം വാങ്ങും. മണി ലെൻഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് കൊള്ള പലിശയ്ക്ക് കടം വാങ്ങും. പിന്നെ അവരുടെ ചൂഷണം കൂടി ഈ നമ്മുടെ കർഷകര് സഹിക്കേണ്ടതായിട്ടുണ്ട്. കോളനൈസേഷൻ ഓഫ് ദി ഇക്കോണമി ചേഞ്ചസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ ബ്രിട്ടീഷ് ഇൻ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് സൊസൈറ്റി ക്രിയേറ്റഡ് ഡിസ്കണ്ടന്റ് ആൻഡ് റിസെന്റ്മെന്റ് എമംഗ് ലോക്കൽ പോപ്പുലേഷൻ. അതുപോലെ എന്താണ് ഈ നമ്മുടെ രാജ്യത്തെ മൊത്തം എന്താണ് ബ്രിട്ടീഷുകാരുടെ കീഴിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവരെന്താണ് നമ്മുടെ നാട്ടിലെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടാൻ തുടങ്ങി. ഭരണകാര്യത്തിലാവട്ടെ, സോഷ്യൽ ആയിട്ടുള്ള കാര്യത്തിലാവട്ടെ, റിലീജിയസ് ആയിട്ടുള്ള കാര്യത്തിലാവട്ടെ, ഇതിലെല്ലാം കയറി ഇടപെട്ടതോട് കൂടിയിട്ട് ജനങ്ങളുടെ മതവികാരം വ്രണപ്പെടാൻ തുടങ്ങി. അവരുടെ എന്താണ് സമൂഹത്തില് അവർക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ ബ്രിട്ടീഷുകാർ ചെയ്യുന്നുണ്ട് എന്നുള്ള തോന്നൽ വരാൻ തുടങ്ങി. ഇങ്ങനെ എല്ലാ തരത്തിലും ഇന്ത്യൻ ജനത ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ നാട്ടില് കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെടാനുണ്ടായിട്ടുള്ള പ്രധാന കാരണങ്ങൾ. ഇനിയാണ് നമ്മൾ അടുത്ത എന്താണ് വിപ്ലവത്തെ കുറിച്ചിട്ട്, പ്രധാനപ്പെട്ട വിപ്ലവത്തെ കുറിച്ച് പറയാൻ പോകുന്നത്. അത് 1857 വിപ്ലവമാണ്. ഓക്കെ, 1857 വിപ്ലവത്തിനെ പല പേരുകളിൽ വിളിക്കാറുണ്ട്. മ്യൂട്ടിനി ഓഫ് 1857നെ സിപ്പോയ് മ്യൂട്ടിനി എന്ന് വിളിക്കാറുണ്ട്. സിപ്പോയ് മ്യൂട്ടിനി എന്ന് പറഞ്ഞാൽ ശിപ്പായി ലഹള എന്ന് വിളിക്കാറുണ്ട്. ശിപ്പായി എന്ന് ഇന്ത്യൻ സോൾജിയേഴ്സിനെ വിളിച്ചിരുന്ന പേരാണ്. അപ്പൊ ഇന്ത്യൻ സോൾജിയേഴ്സ് ആണ് ഈ ഒരു കലാപത്തിന്റെ പെട്ടെന്നുള്ള കാരണക്കാരായിട്ട് മാറുന്നത്. അതുകൊണ്ട് ഇതിനെ ശിപ്പായി ലഹള എന്ന് വിളിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കാറുണ്ട്. ഫ്യൂഡൽ കലാപം എന്ന് വിശേഷിപ്പിച്ചവരുണ്ട്. യാഥാസ്ഥിക കലാപം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. കർഷക കലാപം എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ഒത്തിരി വിശേഷണങ്ങളാണ് നമ്മുടെ ഈ ഒരു മ്യൂട്ടിനി ഓഫ് 1857 ഉള്ളത്. അപ്പൊ അത് ഈ സ്ലൈഡിൽ ഞാൻ ചേർത്തിട്ടില്ല, പക്ഷെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടായിരുന്നു. 1857 വിപ്ലവത്തെ കുറിച്ചിട്ടുള്ള വ്യത്യസ്ത അഭിപ്രായങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പൊ അതൊന്ന് നിങ്ങൾ ജസ്റ്റ് കേൾക്കുക. ബ്രിട്ടീഷ് ചരിത്രകാരന്മാര് ഒരിക്കലും ഈ ഒരു വിപ്ലവത്തിന് വലിയൊരു സ്ഥാനം ഒന്നും കൊടുത്തിട്ടില്ല അവരുടെ ചരിത്രരേഖകളിൽ. അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് ചരിത്രരേഖകളിലൊക്കെ ഇതിനെ വെറും ഒരു ശിപ്പായി ലഹളയായിട്ടാണ്, സോൾജിയേഴ്സ് നടത്തിയ ഒരു സമരം എന്ന് മാത്രമാണ് ഇതിനെ വിശേഷിപ്പിച്ചിട്ടുള്ളൂ. ബ്രിട്ടീഷ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ശിപ്പായി ലഹള എന്നാണ്. പക്ഷെ ഇന്ത്യൻ ചരിത്രകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു സമരമാണ്. കാരണം ഇന്ത്യയില് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും ഇന്ത്യ ഒട്ടാകെ ബ്രിട്ടീഷുകാർക്കെതിരെ നടത്തിയ ആദ്യത്തെ കലാപമാണ് ഈ ഒരു കലാപം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ചരിത്രകാരന്മാർ ഇതിനെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഇനി മാർക്സിസ്റ്റ് എഴുത്തുകാരായിട്ടുള്ള M.N. റോയ്, R.P. ദത്ത്, A.R. ദേശായി ഇവരൊക്കെ അവരുടെ ബുക്കുകളിൽ ഇതിനെ ഫ്യൂഡൽ കലാപം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതായത് ഫ്യൂഡലിസത്തിനെതിരെ, പ്രഭുത്വത്തിനെതിരെ കർഷകർ നടത്തിയ ഒരു കലാപം എന്നുള്ള രീതിയിൽ ഫ്യൂഡൽ കലാപം എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മറ്റു ചില ആളുകൾ അഭിപ്രായപ്പെടുന്നത് ഇതൊരു കർഷക കലാപമാണെന്നാണ്. കാരണം ഇതില് കർഷകര് നാനാഭാഗത്തു നിന്നുള്ള കർഷകര്
ഇതില് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഇതിനെ കർഷക കലാപം എന്നാണ് ചില ചരിത്രകാരന്മാരൊക്കെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് എന്താണ് ഈ 1857 വിപ്ലവത്തിന്റെ കാരണങ്ങൾ എന്ന് നോക്കാം. 1857 വിപ്ലവത്തിന്റെ കാരണങ്ങളെ നമുക്ക് പൊളിറ്റിക്കൽ കോസസ്, ഇക്കണോമിക് കോസസ്, സോഷ്യൽ ആൻഡ് റിലീജിയസ് കോസസ്, ഡിസ്കണ്ടന്റ് ഇൻ ആർമി, ഇമ്മീഡിയറ്റ് കോസസ്, ഇങ്ങനെ പല പല കാരണങ്ങളായിട്ട് നമുക്ക് ഇതിനെ തിരിക്കാൻ പറ്റും. രാഷ്ട്രീയ കാരണങ്ങള്, സാമ്പത്തിക കാരണങ്ങള്, സാമൂഹ്യ സാംസ്കാരിക മത കാരണങ്ങള്, അതുപോലെ തന്നെ എന്താണ് പട്ടാളക്കാരുടെ ഇടയിലുണ്ടായ വിഷമം, അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ ഒരു കാരണം. ഇങ്ങനെയുള്ള കാരണങ്ങളുടെ കീഴിൽ നമുക്ക് ഇതിനെ ഇങ്ങനെ വിഭാഗമാക്കിയിട്ട് പെടുത്താൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പൊ ഇനി ഇതിന്റെ ഓരോ കാരണങ്ങളും നമുക്ക് വ്യക്തമായിട്ട് നോക്കേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ കോസസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. പൊളിറ്റിക്കൽ കോസസിലാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഡോക്ട്രിൻ ഓഫ് ലാബ്സ്, ദത്തവകാശ നിരോധന നിയമം, സബ്സിഡിയറി അലയൻസ് സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്, സൈനിക സഹായ വ്യവസ്ഥ, അതുപോലെ തന്നെ അനക്സേഷൻ ഓഫ് നാറ്റീവ് സ്റ്റേറ്റ്, യുദ്ധങ്ങളിലൂടെയും മറ്റുമൊക്കെ ആയിട്ട് നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കൽ. ഇത് മൂന്നുമാണ് പൊളിറ്റിക്കൽ കോസസിൽ വരുന്നത്. അപ്പൊ ഡോക്ട്രിൻ ഓഫ് ലാബ്സും സബ്സിഡിയറി അലയൻസ് സിസ്റ്റവും ഞാൻ എന്താണെന്ന് വീണ്ടും വിശദീകരിക്കുന്നില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഓർക്കുന്നുണ്ടോ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്താണെന്നുള്ളത്? ദത്തവകാശ നിരോധന നിയമം ആരെങ്കിലും ഒരാളൊന്ന് പറഞ്ഞേ. ആരുല്ലേ? എവിടെ പോയി? എന്താ ദത്തവകാശ നിരോധന നിയമം എന്ന് പറഞ്ഞാല്? ബ്ലഡ് റിലേഷനിലുള്ള എന്താണ്? ബ്ലഡ് റിലേഷനിലുള്ള കുട്ടികളെ സ്വന്തം പുത്രനില്ലെങ്കിൽ ആ രാജാവിന്റെ മരണശേഷം രാജ്യം ആരെ ഏറ്റെടുക്കും? ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുക്കും, അല്ലെ? അതാണ് ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഏറ്റെടുക്കപ്പെട്ട രാജ്യങ്ങളാണ് സത്താര, ഝാൻസി ഒക്കെ. അപ്പൊ ഇതെന്താണ്? രാഷ്ട്രീയമായിട്ടുള്ള പ്രശ്നങ്ങള് ഇന്ത്യക്കാർക്കും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ഝാൻസി റാണിയൊക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ശത്രുവായിട്ട് മാറുന്നത് ഈ ഡോക്ട്രിൻ ഓഫ് ലാബ്സ് എന്നുള്ള നിയമപ്രകാരമാണ്. സബ്സിഡിയറി അലയൻസ് സിസ്റ്റം എന്താണ്? സൈനിക സഹായ വ്യവസ്ഥ. അതൊരു ഉടമ്പടിയായിരുന്നു, അല്ലെ? എന്താണ് ആ ഉടമ്പടിയിൽ പറയുന്ന കാര്യങ്ങള്? എന്താണ്? ഒരു ബ്രിട്ടീഷ് സൈന്യത്തെ നാട്ടുരാജ്യത്ത് വിന്യസിപ്പിക്കണം. അതിന്റെ ചെല്ലും ചെലവും അവർ കൊടുക്കണം. മറ്റ് നാട്ടുരാജ്യങ്ങളുമായിട്ട് ഒരു ബന്ധവും ഉണ്ടാവാൻ പാടില്ല. അവിടുത്തെ വിദേശകാര്യ നയങ്ങളൊക്കെ കമ്പനി തീരുമാനിക്കും, അല്ലെ? ഇതിനൊക്കെ പകരമായിട്ട് ശത്രു രാജ്യങ്ങൾ ആക്രമിക്കാൻ വരുമ്പോൾ കമ്പനി സഹായിക്കും. ഇതാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത്. ലോർഡ് വെല്ലസ്ലി ആണ് നടപ്പിലാക്കിയത്, അല്ലെ? അപ്പോ ഇങ്ങനെ ഇവര് കൊണ്ടുവന്ന, അതായത് നാട്ടുരാജ്യങ്ങളെ തങ്ങളുടെ കീഴിലാക്കാൻ വേണ്ടിയിട്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനി കൊണ്ടുവന്ന നിയമങ്ങള്, കരാറുകള്, ഇതൊക്കെ രാഷ്ട്രീയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് വഴിതെളിച്ചു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പല രാജ്യങ്ങളും പല നാട്ടുരാജ്യങ്ങളും ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോ ഝാൻസിയാണ് അതിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഓർത്തിരിക്കാൻ പറ്റുക, ഝാൻസി റാണി. ഓക്കെ, അടുത്തത് സോഷ്യൽ ആൻഡ് റിലീജിയസ് കോസസ് ആണ്. സോഷ്യൽ ആൻഡ് റിലീജിയസ് കോസസ് അല്ലെങ്കിൽ സാമൂഹ്യ സാംസ്കാരിക മതപരമായ കാരണങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പൊ നമ്മൾ പറയേണ്ടായി സമൂഹത്തിൽ ഒരുപാട് മതപരിഷ്കരണങ്ങൾ അല്ലെങ്കിൽ സാംസ്കാരിക പരിഷ്കരണങ്ങൾ, സാമൂഹിക പരിഷ്കരണങ്ങളൊക്കെ നടന്നു. അതിലെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു സതി നിർത്തലാക്കിയത്, വിധവാ പുനർവിവാഹ നിയമം, അതുപോലെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക, ഇതൊക്കെ. അപ്പൊ ഇതൊക്കെ മതത്തെ സംബന്ധിച്ചിട്ട് ഇപ്പോ മതത്തിൽ ഉണ്ടായിരുന്നപ്പോ സതി നിർത്തലാക്കി എന്ന് പറഞ്ഞത്, സതി കുറെ വർഷങ്ങളായിട്ട് ഒരു പ്രത്യേക മതം കൊണ്ടാടുന്ന ഒരു ആചാരമായിരുന്നു. അപ്പൊ അത് നിർത്തിയപ്പോ അവരുടെ മതത്തിന്റെ ഉള്ളിൽ കയറി കളിച്ച ഒരു ഫീലാണ് ഹിന്ദു മതക്കാർക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ചെയ്യാൻ പാടില്ലാത്ത എന്തോ കാര്യം ബ്രിട്ടീഷുകാർ ചെയ്തു, തങ്ങളുടെ മതവികാരം വ്രണപ്പെടുത്തി എന്നുള്ള ഒരു ഫീലാണ് അവർക്ക് ഉണ്ടായത്. അപ്പൊ അവര് ചിന്തിച്ചു, ഇന്ന് സതി നിർത്തലാക്കി, നാളെ അവര് വേറെന്തെങ്കിലും ചെയ്യും, അപ്പൊ ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ഡിസ്കണ്ടന്റ് അല്ലെങ്കിൽ ഒരു നീരസം ഓരോ മതവിഭാഗത്തിന്റെ ഉള്ളിലും ഉണ്ടായി എന്നുള്ളതാണ്. മതപരമായ കാര്യങ്ങളിലേക്കുള്ള ബ്രിട്ടീഷുകാരുടെ
കടന്നു കയറ്റമായിട്ടാണ് അത് ഇന്ത്യക്കാര് കണ്ടത്. ഓക്കെ, അപ്പോ ഇന്ത്യക്കാര് വിചാരിച്ചു ബ്രിട്ടീഷ് ഭരണം നമ്മളുടെ ഓരോരുത്തരുടെയും മതത്തെ അപകടത്തിലാക്കും എന്നവര് ചിന്തിച്ചു എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത് ഓരോ മതവിഭാഗവും ബ്രിട്ടീഷുകാർക്ക് എതിരെ ആയിട്ട് മാറാനുള്ള ഒരു കാരണമായിട്ട് മാറി. അടുത്തത് ഇക്കണോമിക് കോസസ് ആണ്, സാമ്പത്തിക കാരണങ്ങൾ. അതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ഡ്രെയിൻ ഓഫ് വെൽത്ത്. ഡ്രെയിൻ ഓഫ് വെൽത്ത് കഴിഞ്ഞ ഏതോ ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ദാദാഭായ് നവറോജിയുടെ ഡ്രെയിൻ ഓഫ് വെൽത്ത് തിയറി ഒക്കെ പഠിച്ചത് ഓർക്കുന്നുണ്ടാവും. അതായത് ഇന്ത്യയുടെ പണം മുഴുവനും, ഇന്ത്യക്ക് സമ്പത്ത് ഇല്ലാത്തതല്ല പ്രശ്നം, ഇന്ത്യയിലെ സമ്പത്ത് മുഴുവനും പല രീതിയിലായിട്ട് ബ്രിട്ടനിലേക്ക് ഒഴുകി പോവാണ് എന്നുള്ള കാര്യം ഇന്ത്യക്കാര് മനസ്സിലാക്കി. അതുപോലെ തന്നെ ഇവര് നടപ്പിലാക്കിയ റൈറ്റ് വാരി, പെർമനന്റ് സെറ്റിൽമെന്റ്, അതേപോലെ മഹൽവാരി തുടങ്ങിയിട്ടുള്ള ഈ ലാൻഡ് റവന്യൂ പോളിസീസ്, ഭൂനികുതി സമ്പ്രദായം, ഇതൊക്കെ ഇന്ത്യയുടെ സാമ്പത്തിക നയത്തെ അട്ടിമറിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. അതിന്റെ കൂടെയാണ് ഇന്ത്യ ആ ഒരു കാലഘട്ടത്തിൽ നേരിട്ട ക്ഷാമം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ക്ഷാമ കാലഘട്ടത്തില് ബ്രിട്ടീഷുകാര് ഇന്ത്യൻ കർഷകരെ അങ്ങേയറ്റം ചൂഷണം ചെയ്യുന്ന തരത്തിലുള്ള ഭൂനികുതി സമ്പ്രദായമാണ് നടപ്പിലാക്കിയത്. മാത്രവുമല്ല, ഇന്ത്യക്കാര് തിരിച്ചറിഞ്ഞു ഇന്ത്യയിലെ സമ്പത്ത് മുഴുവനും ബ്രിട്ടീഷുകാർക്ക് സാലറി ആയിട്ടും അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് ഉപഹാരങ്ങളായിട്ടും ഒക്കെ ആയിട്ട് ഇംഗ്ലണ്ടിലേക്ക് ഒഴുകി പോവുകയാണ്. അതാണ് നമ്മളുടെ സാമ്പത്തിക തകർച്ചയ്ക്കുള്ള കാരണം എന്നുള്ളത് ഇന്ത്യക്കാര് മനസ്സിലാക്കി. അതും ഒരു കാരണമായിട്ട് മാറുകയാണ് റിവോൾട്ടിന്. മറ്റൊന്ന് സൈനിക കാരണങ്ങൾ. സോൾജിയേഴ്സിനുണ്ടായ നിരാശ. എന്താണ് അതിന്റെയൊക്കെ കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ, ഇന്ത്യൻ സോൾജിയേഴ്സിന്റെ അതേ പൊസിഷനിൽ ജോലി ചെയ്യുന്ന ബ്രിട്ടീഷ് സോൾജിയേഴ്സിന് വളരെ ഉയർന്ന ശമ്പളവും ഇന്ത്യൻ സോൾജിയേഴ്സിന് വളരെ താഴ്ന്ന ശമ്പളവുമാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. മാത്രവുമല്ല, ഇന്ത്യയിൽ എത്ര വിദ്യാഭ്യാസമുള്ളവരായിക്കോട്ടെ, എത്ര കഴിവുള്ളവരായിക്കോട്ടെ, ഒരു റാങ്കിന്റെ അപ്പുറത്തേക്ക് അവർക്ക് ജോലി കയറ്റമൊന്നും കൊടുക്കുന്നുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ അവർക്ക് കിട്ടിയിരുന്ന പലതരത്തിലുള്ള അലവൻസുകളൊക്കെ ഇവര് എടുത്തു കളഞ്ഞു. ദൂര സ്ഥലങ്ങളിലൊക്കെ ഇന്ത്യൻ സോൾജിയേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ നാട്ടിലേക്ക് കത്തയക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് ഒക്കെ ആദ്യം ഫ്രീ ആണ് ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷുകാര് ആ സ്റ്റാമ്പ് നിയമം എന്ന് പറഞ്ഞൊരു പുതിയ നിയമം കൊണ്ടുവന്നിട്ട് ഈ ഒരു ഫ്രീ ആയിട്ട് കത്തയക്കുന്ന ആ ഒരു സംവിധാനം നിർത്തലാക്കി. ഇതുപോലെയുള്ള പല അലവൻസുകളും ഇവര് കട്ട് ചെയ്തു. അതേപോലെ തന്നെ ജോലി സമയം വളരെ നീണ്ട ജോലി സമയം. പിന്നെ ചില മതവിഭാഗങ്ങൾക്ക് കടല് കടന്നു പോവാൻ പാടില്ലായിരുന്നു. ഇപ്പം സിഖുകാരെ സംബന്ധിച്ചിടത്തോളം തലയിലെ ആ തലപ്പാവ് ഊരി വെക്കാൻ പാടില്ല, അവർക്ക് അത് നിർബന്ധമായിട്ടും ധരിക്കണം. അതുപോലെ ബ്രാഹ്മണന്മാരെ സംബന്ധിച്ചിടത്തോളം കടല് കടന്നു പോയാൽ അവരുടെ മതത്തിൽ നിന്ന് പുറത്താണ്. ഇങ്ങനെയുള്ള ഒരുപാട് മതവിശ്വാസങ്ങളും ആചാരങ്ങളും ഇന്ത്യക്കാർക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഇന്ത്യൻ സോൾജിയേഴ്സിന് ഈ കാര്യങ്ങളൊന്നും നടപ്പിലാക്കാൻ ബ്രിട്ടീഷുകാർ സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ചില ആളുകളൊക്കെ കടല് കടന്നൊക്കെ ജോലിക്ക് പോവേണ്ടി വന്നു. അപ്പൊ അവർക്ക് അത് അവരുടെ മത വികാരങ്ങളെ വ്രണപ്പെടുത്തി എന്നുള്ളതും ഒരു റീസൺ ആണ്. അപ്പൊ ഈ കാരണങ്ങളൊക്കെ കൊണ്ട് സോൾജിയേഴ്സിന് ഭയങ്കരമായിട്ടുള്ള നിരാശയും നീരസവും തോന്നി ബ്രിട്ടീഷുകാരോട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കിയ കാര്യം, ഇന്ത്യയിലെ എല്ലാ വിഭാഗം ആളുകൾക്കും ഇപ്പൊ ബ്രിട്ടീഷുകാരോട് കടുത്ത നീരസാണ്. എന്തെങ്കിലും ഒരു കാരണം ഉണ്ടായി കഴിഞ്ഞാൽ ഇന്ത്യക്കാര് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമരം നടത്തും എന്നുള്ള ഒരു സ്റ്റേജിൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു കാരണം ഉണ്ടാവുന്നത്, ഇമ്മീഡിയറ്റ് കോസ് ഓഫ് ദ റിവോൾട്ട്. ഓക്കെ, എന്താണ് ആ പെട്ടെന്നുണ്ടായ കാരണം എന്നുള്ളതാണ് ഈ ചിത്രത്തിൽ തന്നിട്ടുള്ളത്. 1857 ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുതിയ ഒരു തോക്ക് ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പൊ ആ തോക്കിലെ ഉണ്ട എന്ന് പറയുന്നത് ഈ കാണുന്ന ഫസ്റ്റ് പിക്ചർ, കാട്രിഡ്ജ് എന്ന് പറഞ്ഞ ഉണ്ടയാണ്. അപ്പൊ എൻഫീൽഡ് റൈഫിൾ എന്നാണ് ഈ തോക്കിന്റെ പേര്. ഓക്കെ, എൻഫീൽഡ് റൈഫിൾ. ഇതില് ഈ ഉണ്ട പൊതിഞ്ഞിട്ടുള്ള ആ ഒരു പേപ്പർ ഉണ്ടല്ലോ, അപ്പൊ നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാൻ പറ്റും. ബുള്ളറ്റ് ഉള്ളിൽ കാണാൻ പറ്റും, അതിന്റെ പുറത്തൊരു പേപ്പർ കേസ് കാണാൻ പറ്റും, അതിന്റെ ഉള്ളിൽ ഒരു പൊടി കാണാൻ പറ്റും, പിന്നെന്താണ് ഒരു ഗ്രീസ്, ഒരു കൊഴുപ്പ് പോലെയുള്ള ഒരു സാധനം കാണാൻ പറ്റും. അപ്പൊ ഈ ഒരു പേപ്പർ കടിച്ചു തുറന്നിട്ട് വേണം ഈ ഉണ്ട തോക്കിൽ നിക്ഷേപിക്കാനായിട്ട്.
അപ്പൊ ഈ ഇന്ത്യൻ സോൾജിയർ കൊഴുപ്പ്, ഈ കാട്രിഡ്ജ് മൂടിയിട്ടുള്ള പേപ്പറിൽ പൊതിഞ്ഞിട്ടുള്ള ഈ പേപ്പറിൽ പറ്റിയിട്ടുള്ള ഈ കൊഴുപ്പ് എന്ന് പറയുന്നത് പന്നിയുടെയും അതുപോലെ തന്നെ പശുവിന്റെയും ഒക്കെ കൊഴുപ്പാണ് എന്നുള്ള ഒരു റൂമർ, ഒരു കിംവദന്തി ഇവരുടെ ഇടയിൽ പരക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്കറിയാം ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം പശു എന്ന് പറയുന്നത് ഒരു എന്താ പറയാ വളരെ സീക്രഡ് ആയിട്ടുള്ള ഒരു നമ്മള് പുണ്യമായിട്ടൊക്കെ കരുതുന്ന ഒരു മൃഗാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പന്നി എന്ന് പറയുന്നത് എന്താണ്, അവർക്ക് ഹറാമാണ്. അപ്പോ ഈ സാധനം ഇങ്ങനെ കടിച്ച് തുറന്നിട്ട് വേണം അതിനകത്താക്കാന് എന്ന് പറഞ്ഞപ്പോ ഇന്ത്യൻ സോൾജിയേഴ്സ് അതിനെ എതിർത്തു. ഓക്കെ, അതുപോലെ തന്നെ ഇതിനകത്തുള്ള ആ ഒരു ഗൺ പൗഡർ, ഇപ്പൊ നമ്മൾ ഈ കാട്രിഡ്ജിൽ കാണുന്ന പൗഡർ എന്ന് പറയുന്നത് പശുവിന്റെയും അതുപോലെ തന്നെ എന്താണ് പോത്തിന്റെയും ഒക്കെ എല്ല് പൊടിയാണ് എന്നുള്ള ഒരു റൂമറും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വായിലാക്കുക എന്ന് പറയുന്നത്, ഈ ഗ്രീസും ഈ പൊടിയൊക്കെ വായിലാവുക എന്ന് പറയുന്നത് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മതത്തെ വ്രണപ്പെടുത്തുന്ന ഒരു കാര്യമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരത് ചെയ്യില്ല എന്നുള്ളത് വാശി പിടിച്ചു. ഓക്കെ, ഞങ്ങളത് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഇവരത് ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി, നിർബന്ധിച്ചു. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യൻ സോൾജിയേഴ്സിനെ ഫോഴ്സ്ഫുള്ളി അത് ചെയ്യിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കാൻ നിന്നപ്പോ ബരാക്പൂറിലെ ബറ്റാലിയനിൽ ഉണ്ടായിരുന്ന മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന ഒരു സോൾജിയർ എന്ത് ചെയ്യാണ്, ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യലിന് നേരെ വെടിയുതിർത്തു. ഇതാണ് 1857 വിപ്ലവം പൊട്ടിപ്പുറപ്പെടാനുണ്ടായിട്ടുള്ള പെട്ടെന്നുണ്ടായ കാരണം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം എ സിപ്പോയ് കോൾഡ് മംഗൾ പാണ്ഡെ വാസ് ദ ഫസ്റ്റ് സോൾജിയർ ഹു ഓപ്പൺലി ഡിസൊബെയ്ഡ് ഓർഡേഴ്സ്. അപ്പം ഇവര് പറഞ്ഞ ഈ ഒരു സംഭവം, ഈ ഒരു ഓർഡർ പാലിക്കാൻ ഇവർ തയ്യാറായിരുന്നില്ല. അങ്ങനെ എന്താണ്, അതിനെ എതിർത്തിട്ട് മുന്നോട്ട് വന്ന ആളാണ് മംഗൾ പാണ്ഡെ എന്ന് പറയുന്നത്. മംഗൾ പാണ്ഡെ എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ഒരു ബ്രിട്ടീഷ് ഒഫീഷ്യലിനെ വെടിവെച്ച് കൊന്നു. അങ്ങനെ മംഗൾ പാണ്ഡെയെ ബ്രിട്ടീഷുകാര് പിടിച്ചുകൊണ്ടുപോയി തൂക്കിക്കൊല്ലുകയാണ് ചെയ്യണത്. ഓക്കെ, അദ്ദേഹമാണ് ഇന്ത്യയിലെ ആദ്യത്തെ രക്തസാക്ഷി, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടിയിട്ട് ആദ്യത്തെ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് മംഗൾ പാണ്ഡെയാണ്. കാരണം അദ്ദേഹമാണ് ഇതിനെതിരെ ആദ്യം മുന്നോട്ട് വന്നത്. അങ്ങനെ ഇദ്ദേഹം തുടങ്ങി വെച്ച ആ കലാപം പിന്നീട് ഇന്ത്യയുടെ പല ഭാഗത്തേക്കും അങ്ങോട്ട് സ്പ്രെഡ് ആയി എന്നാണ് പറയണത്. At Meerut, where 85 sepoys of the cavalry regiment were sentenced to 2 to 10 years imprisonment for refusing to use greased cartridge. എന്ന് വെച്ചാൽ മംഗൾ പാണ്ഡെ അതിനെ എതിർത്തു. അപ്പൊ എന്താണ്, അദ്ദേഹത്തെ പിടിച്ചുകൊണ്ടെന്ന് കൊല്ലുകയൊക്കെ ചെയ്തു. അതേപോലെ ഇങ്ങനെ എതിർത്ത 85ഓളം ശിപ്പായിമാരെ എന്താണ് ഇവര് കൊണ്ടുപോയിട്ട് ജയിലിലിട്ടു. ഇത് ഇവരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രശ്നമായിട്ട് മാറി. അങ്ങനെ മെയ് 10-ാം തീയതി 1857 എന്ത് ചെയ്യാണ്, പല റെജിമെന്റുകളും, മീററ്റിലാണ് ആദ്യമായിട്ട് കലാപം പൊട്ടിപ്പുറപ്പെടുന്നത്. മീററ്റിലെ സോൾജിയേഴ്സ് എല്ലാവരും കൂടി ചേർന്നിട്ട് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരു സമരം തുടങ്ങുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാർക്കെതിരെ ഇവര് സമരം തുടങ്ങിയിട്ട് അന്നത്തെ മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ സഫറിനെ, അന്നത്തെ മുഗൾ രാജാവ് ബഹദൂർ ഷാ സഫർ ആയിരുന്നു. ഇവര് നേരെ പോയിട്ട് ഡൽഹി പോയിട്ട് റെഡ് ഫോർട്ട് പിടിച്ചടക്കുകയും റെഡ് ഫോർട്ടിൽ നിന്നുകൊണ്ട് ഞങ്ങളുടെ രാജ്യത്തിന്റെ രാജാവ് ബഹദൂർ ഷാ സഫർ ആണ് എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഓക്കെ, പിന്നീട് ഈ ഒരു കലാപം ഇപ്പൊ മീററ്റിൽ നിന്ന് ഡൽഹിയിലെത്തി. പിന്നെ ഡൽഹിയിൽ നിന്ന് കാൺപൂർ, ലക്നൗ, ഝാൻസി തുടങ്ങിയിട്ട് ഏകദേശം നോർത്ത് ഇന്ത്യയിൽ ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തേക്കും ഈ ഒരു കലാപം വ്യാപിച്ചു. ഇനി ഈ മാപ്പ് നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുള്ളതാണ്. ഈ കലാപം നടന്നിട്ടുള്ള പ്രധാന സ്ഥലങ്ങള് മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലും ഈ കലാപം ലീഡ് ചെയ്തത് ആരാണ്, നയിച്ചത് ആരാണ് എന്നുള്ളതും. അതുകൊണ്ട് ഈ ഒരു സ്ലൈഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെയാണ് കലാപം നടന്നിട്ടുള്ള പ്രധാനപ്പെട്ട സെന്ററുകള്. മീററ്റിലാണ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ പറഞ്ഞു, മീററ്റ്, ദെൻ ഡൽഹി, മീററ്റിന്റെ അടുത്ത് നിങ്ങൾക്ക് ഡൽഹി കാണാം. ദെൻ ഇവിടെ നിങ്ങൾക്ക് ബറേലി കാണാം, ലക്നൗ, കാൺപൂർ, ഗ്വാളിയാർ, ഝാൻസി, അലഹബാദ്, ബനാറസ്, പാറ്റ്ന, ആര, ബരാക്പൂർ, കൊൽക്കത്ത, സത്താര. ഓക്കെ, ഇതൊക്കെയായിരുന്നു പ്രധാനപ്പെട്ട സെന്ററുകള്. അതിൽ തന്നെ കുറച്ച് ആളുകളുടെ പേര് നമ്മൾ പഠിച്ചു വെക്കേണ്ടതുണ്ട്, ചോദിക്കാറുണ്ട് വൺ വേർഡിന്. ഡൽഹിയില് ഈ ഒരു കലാപത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് മുഗൾ രാജാവായിരുന്ന ബഹദൂർ ഷാ ആയിരുന്നു.
അപ്പൊ ബഹദൂർ ഷാ ഇതിന്റെ ലീഡറായി മാറിയതിനൊക്കെ പിന്നീട് ഒരുപാട് അനുഭവിക്കേണ്ടിയൊക്കെ വന്നിട്ട് അദ്ദേഹത്തെ നാട് കടത്തുകയൊക്കെ ചെയ്തു. അപ്പൊ ബഹദൂർ ഷാ ആയിരുന്നു ഡൽഹിയില് ഇതിന്റെ ലീഡർ എന്ന് പറയുന്നത്. ലക്നൌവില് ബീഗം ഹസ്രത്ത് മഹൽ ആയിരുന്നു കലാപം നയിച്ചത്. കാൺപൂരില് നാനാ സാഹിബ് ആയിരുന്നു കലാപം നയിച്ചത്. ഝാൻസിയില് റാണി ലക്ഷ്മിബായും അതുപോലെ തന്നെ താന്തിയ തോപ്പും കൂടിയായിരുന്നു ഝാൻസിയിലും ഗ്വാളിയാറിലും കലാപം നയിച്ചത്. ഈ കലാപത്തിൽ റാണി ലക്ഷ്മിബായി കൊല്ലപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത്. ദെൻ ബറേലിയില് ഖാൻ ബഹദൂർ ഖാൻ ആയിരുന്നു. അലഹാബാദിലും ബനാറസിലും മൗലവി ലിയാഖത്ത് അലി ആയിരുന്നു. ബീഹാറില് കൺവർ സിംഗ് ആയിരുന്നു. അപ്പൊ ഇതില് ഈ ഇത്രയും സ്ഥലങ്ങളും പേരുകളും ഇമ്പോർട്ടന്റ് ആണ്. ഈ മാപ്പും ഇമ്പോർട്ടന്റ് ആണ്. മാപ്പ് ക്വസ്റ്റ്യനില് ഇതിലെ ഏതെങ്കിലുമൊക്കെ സ്ഥലം വരാറുണ്ട്. 10 മാർക്കിന് മാപ്പ് ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരിക. അപ്പോ ഇതൊന്ന് പഠിച്ചു വെക്കുക കേട്ടോ. ഈ കാണുന്നത് മീററ്റ്, തൊട്ടടുത്ത് ഡൽഹി, ദെൻ ബറേലി, ലക്നൗ, ഗ്വാളിയാർ, ഝാൻസി, കാൺപൂർ, അലഹബാദ്, ദെൻ ബനാറസ്, പാട്ന, ആര, ബരാക്പൂർ, കൊൽക്കത്ത, സത്താര. ഇനി എന്തായിരുന്നു നമ്മുടെ ആ ഒരു റിവോൾട്ടിന്റെ സ്വഭാവം എന്നുള്ളതാണ്. ഇത് നിങ്ങൾക്ക് ക്ലിയർ ഉണ്ടോ എന്ന് എനിക്ക് അറിയുന്നില്ല. വായിക്കാൻ പറ്റുന്നുണ്ടോ? Yes, ma'am. Okay. So, a big debate surrounds the revolt of 1857. British historians describe the events of 1857 as merely a mutiny by the sepoys. അല്ലെ? ഇപ്പൊ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അതേ കാര്യങ്ങളാണ്. ആ ഒരു ഡിബേറ്റ്, ആ ഒരു സമരമൊക്കെ കഴിഞ്ഞു. ബ്രിട്ടീഷുകാർ അവരുടെ ചരിത്ര രേഖകളിൽ എന്ത് രേഖപ്പെടുത്തി? സെപ്പോയിമാര് നടത്തിയ ഒരു ലഹള, ഒരു സാധാരണ ലഹള എന്ന് രേഖപ്പെടുത്തി. പക്ഷെ നമ്മുടെ ഹിസ്റ്റോറിയൻസ് എന്ത് രേഖപ്പെടുത്തി? ഇത് ഇന്ത്യയുടെ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് എന്ന് രേഖപ്പെടുത്തി. ഈ ഒരു കലാപത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത് ഇതില് നാനാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പങ്കെടുത്തു എന്നുള്ളതായിരുന്നു. കർഷകരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു. കണ്ടില്ലേ, നമ്മുടെ മുഗൾ ചക്രവർത്തിയൊക്കെ ഉണ്ടായിരുന്നില്ലേ? അപ്പൊ കർഷകരുണ്ടായിരുന്നു, രാജാക്കന്മാരുണ്ടായിരുന്നു, അതുപോലെ എന്താണ്, കരകൗശല വിദഗ്ധരുണ്ടായിരുന്നു, പിന്നെ എന്താണ്, പട്ടാളക്കാരുണ്ടായിരുന്നു, ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു, മുസ്ലിങ്ങൾ ഉണ്ടായിരുന്നു. അപ്പൊ ഇതായിരുന്നു ഈ ഒരു കലാപത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. ഹിന്ദു മുസ്ലിം ഐക്യം ആയിരുന്നു ഈ കലാപത്തിന്റെ ഒരു സവിശേഷത. മറ്റൊരു സവിശേഷത, നാനാ വിഭാഗം ആളുകളും പങ്കെടുത്ത ഒരു കലാപമായിരുന്നു 1857 കലാപം. ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ കലാപം വിജയമായിരുന്നോ അതോ പരാജയമായിരുന്നോ? എന്തായിട്ടുണ്ടാവും? വിജയമായിരിക്കും. വിജയമാണെങ്കിൽ നമുക്ക് അന്ന് തന്നെ സ്വാതന്ത്ര്യം കിട്ടണ്ടേ? പക്ഷെ നമുക്ക് 1857 സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലല്ലോ. നമുക്ക് വീണ്ടും ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് 1947 സ്വാതന്ത്ര്യം കിട്ടണത്, അല്ലെ? അപ്പൊ അതിന്റെ അർത്ഥം എന്താ? ഇത് പരാജയമായിരുന്നു. ഓക്കെ, ഈ ഒരു സമരം പരാജയമായിരുന്നു. എന്തായിരിക്കും അതിന്റെ പ്രധാന കാരണം എന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു കലാപമായിട്ടാണോ നിങ്ങൾക്ക് തോന്നിയത്? പെട്ടെന്നുണ്ടായതാണ്, പ്രീ പ്ലാൻഡ് അല്ല, അല്ലെ? എല്ലാവരുടെ ഉള്ളിലും ബ്രിട്ടീഷുകാരോടുള്ള നീരസം ഉണ്ടെങ്കിലും ആരും ബ്രിട്ടീഷുകാർക്കെതിരെ സംഘടിതമായിട്ടുള്ള ഒരു കലാപം എങ്ങനെ നടത്താം എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുകയോ അതിനൊരു പ്ലാൻ തയ്യാറാക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. മംഗൾ പാണ്ഡെ ഒരാളെ വെടിവെച്ച് കൊന്നതിന്റെ ഭാഗമായിട്ട് അങ്ങോട്ട് ജനങ്ങൾ ഇളകുകയാണ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതൊരു പ്രീ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സമരമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഒരു പരാജയമായിരുന്നു. എന്നിരുന്നാൽ പോലും ഇന്ത്യൻ ഹിസ്റ്ററിയിൽ ഇതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇത് വളരെ പ്രാധാന്യമുള്ളതായിട്ട് മാറിയത് എന്നുള്ളത് നമുക്ക് നോക്കാം. The British though managed to suppress the revolt but realized the extent of people's resentment. അപ്പൊ ബ്രിട്ടീഷുകാർ ഇത് വളരെ പെട്ടെന്ന് തന്നെ അവര് അടിച്ചമർത്താൻ അവർക്ക് കഴിഞ്ഞു. പക്ഷെ ഒരു വലിയ സത്യം അവർ മനസ്സിലാക്കി. എന്താണ്? ഇന്ത്യക്കാരുടെ ഉള്ളിൽ മുഴുവനും ഞങ്ങളോട് നീരസമാണ് എന്നുള്ള കാര്യം അവർ മനസ്സിലാക്കി. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉടനെ തന്നെ അവര് പ്ലാൻ ചെയ്ത് ഒരു കലാപം നടത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നുള്ളത് അവർ മനസ്സിലാക്കുകയാണ്. ഓക്കെ, though the efforts of the rebels failed, the British government was pressurized to change their policy towards India. അപ്പൊ അതുകൊണ്ട് തന്നെ
ബ്രിട്ടീഷുകാർ ആദ്യം ഒന്ന് നന്നായിട്ട് പേടിച്ചിട്ടുണ്ട്. അപ്പൊ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇപ്പോ എടുക്കുന്ന ഈ ഒരു പോളിസി ചേഞ്ച് ചെയ്യണം, ഇന്ത്യക്ക് നേരെ നമ്മൾ ഇപ്പൊ എടുത്തിട്ടുള്ള പോളിസി ചേഞ്ച് ചെയ്യണം, അല്ലെങ്കിൽ എന്താണ് വീണ്ടും അടുത്ത തിരിച്ചടി ഉണ്ടാവും എന്നവർക്ക് മനസ്സിലായി. ബ്രിട്ടീഷ് മെയ്ഡ് എ ഡിക്ലറേഷൻ ദാറ്റ് ദേ വുഡ് നോ ലോങ്ങർ എക്സ്പാൻഡ് ദെയർ എക്സിസ്റ്റിംഗ് ടെറിട്ടോറിയൽ പൊസിഷൻസ്. അങ്ങനെ ബ്രിട്ടീഷുകാര് ഒരു പ്രഖ്യാപനം നടത്തുകയാണ്, ഇനി എന്ത് ചെയ്യില്ല, ഞങ്ങള് ഇപ്പൊ ഞങ്ങളുടെ കയ്യിലുള്ള സ്ഥലങ്ങള് മാത്രമാണ് ബ്രിട്ടീഷ് ഇന്ത്യ, ഇനി ഞങ്ങൾ അങ്ങോട്ടേക്ക് പുതിയ സ്ഥലങ്ങളൊന്നും പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള നയങ്ങളൊന്നും സ്വീകരിക്കില്ല എന്ന് ഇന്ത്യക്കാർക്ക് ഉറപ്പ് കൊടുത്തു. Another important consequence of the revolt of 1857 was the declaration of royal proclamation in 1858. മറ്റൊരു പ്രധാനപ്പെട്ട റിസൾട്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് രാജ്ഞി ഒരു വിളംബരം നടത്തേണ്ടായി. 1858 റോയൽ പ്രൊക്ലമേഷൻ എന്നാണ് ആ വിളംബരത്തെ പറയുന്നത്. ആ വിളംബരത്തില് ബ്രിട്ടീഷ് രാജ്ഞി അറിയിച്ചത് എന്താന്ന് വെച്ചാൽ, ഇനി മുതൽ ഇന്ത്യയുടെ കൺട്രോൾ ആരേറ്റെടുക്കും? ഇതുവരെ ഇന്ത്യ ഭരിക്കുന്നത് അല്ലെങ്കിൽ ഇന്ത്യയെ കൺട്രോൾ ചെയ്ത് നിർത്തിയിട്ടുള്ളത് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണ് അല്ലെ. ഇനി മുതല് ബ്രിട്ടീഷ് പാർലമെന്റ് അല്ലെങ്കിൽ ബ്രിട്ടീഷ് കൊട്ടാരമായിരിക്കും ഇന്ത്യയുടെ ഭരണകാര്യങ്ങൾ നോക്കുക എന്നുള്ള ഒരു പ്രഖ്യാപനം ബ്രിട്ടീഷ് രാജ്ഞി നടത്തേണ്ടായി. അതാണ് ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫലം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു സമരം ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ തോറ്റുപോയെങ്കിലും വലിയൊരു ചേഞ്ച് ഭരണകാര്യത്തിൽ വന്നു. എന്താ ഉണ്ടായത്? ആ ഒരു ഭരണം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്നും ബ്രിട്ടീഷ് ക്യൂനിലേക്ക് അർപ്പിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു. ഫൈനലി, though the rebels failed, their heroic struggle against the British Raj left a deep impression in people's mind. അപ്പൊ ഈ കലാപം തോറ്റൊക്കെ പോയെങ്കിൽ കൂടിയും തങ്ങൾ ഇത്രയും വലിയൊരു കലാപം നടത്തിയല്ലോ, തങ്ങൾക്ക് അതിന് കഴിയും എന്നുള്ള ഒരു ധൈര്യം ഇന്ത്യൻ ജനതയുടെ ഉള്ളില് ഉടലെടുക്കാനും കാരണമായി എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ കൊണ്ട് തന്നെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്വാതന്ത്ര്യ സമരം വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളതാണ് പറയണത്. ഓക്കെ, ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു ചാപ്റ്ററും തീർന്നു. ഓക്കെ, ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കൂ കേട്ടോ. ഡൗട്ട് ഉണ്ടാവാനില്ല, ഈസി ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ് അല്ലെ. ഇതൊക്കെ ഇങ്ങനെ കഥ പോലെ മനസ്സിലാക്കി വെച്ചാൽ മതി. എന്നാ പിന്നെ നിങ്ങൾക്ക് ആ സമയത്ത് ഓർമ്മ വരുന്ന രീതിയിൽ ഇങ്ങനെ നിങ്ങളുടേതായ ഭാഷയിൽ എഴുതാം. മലയാളത്തിലല്ല എക്സാം എഴുതുന്നത്, അപ്പൊ പിന്നെ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. കഥ ഓർമ്മയുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അങ്ങനെ എഴുതി പോവാം, മാർക്ക് കിട്ടും കേട്ടോ. ഒരു കഥ പോലെ ഓർത്ത് വെച്ചാൽ മതി. മാപ്പ് നമ്മൾ വരയ്ക്കേണ്ടി വരുമോ? ഇല്ല, മാപ്പ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കൂടെ തരും, നിങ്ങൾ അതിൽ അടയാളപ്പെടുത്താണ് വേണ്ടി വരാം. അപ്പൊ എന്നാ ശരി, ഇനി അടുത്ത ആഴ്ചയില് വ്യാഴാഴ്ച ഞാൻ പറയാം. വ്യാഴാഴ്ച ചിലപ്പോഴേ ക്ലാസ് ഉണ്ടാവുള്ളൂ, അതിന്റെ മുന്നേ ഏതെങ്കിലും ഒരു ദിവസം എടുക്കാൻ നോക്കാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്. ശരി, ഗുഡ് നൈറ്റ്.